നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സാമൂഹ്യ പാഠത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഈ വർഷം മെയ് മാസം 6-ാം തീയതി നമ്മൾ ലോക ആസ്മ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ആസ്മ എന്ന രോഗത്തെക്കുറിച്ചിട്ടുള്ള അവബോധം എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഓരോ വർഷവും ഇത്തരത്തിൽ ആസ്മയ്ക്ക് വേണ്ടിയിട്ടൊരു ദിനമായി തന്നെ നമ്മൾ ആചരിക്കുന്നത്. ഇതുമായിട്ടനുബന്ധിച്ച് ഇന്നത്തെ സാമൂഹ്യ പഠനത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആസ്മയെക്കുറിച്ചിട്ടാണ്. നിങ്ങളുടെ സംശയങ്ങൾക്ക് സ്ക്രീനിൽ എഴുതി കാണിച്ചിരിക്കുന്ന നമ്പറിൽ വിളിക്കാം. ഇന്നത്തെ നമ്മുടെ അതിഥി ഡോക്ടർ മഹേഷ് ദേവ് ജി, അസിസ്റ്റന്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പൾമണോളജി. നമുക്ക് ഡോക്ടറിനെ ബഹുമാനപൂർവ്വം തന്നെ സാമൂഹ്യ പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. സാമൂഹ്യ പഠനത്തിലേക്ക് സ്വാഗതം. ഡോക്ടർ, നമ്മൾ വളരെ വിശദമായി ഈ രോഗത്തെക്കുറിച്ചിട്ടും രോഗത്തിൻ്റെ പല സാധ്യതകളെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് എന്താണ് ആസ്മ എന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. തീർച്ചയായും വളരെ പ്രസക്തമായൊരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു രഞ്ജു പറഞ്ഞത് തന്നെ. കാര്യം ഒരുപാട് പേര് ആസ്മയുടെ ബുദ്ധിമുട്ട് കാരണം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു കൃത്യമായ അവബോധമാണ് ഈ ദിനത്തിൻ്റെ തന്നെ ആവശ്യകത. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് വിനിമയം സാധ്യമാക്കുന്നത് നമ്മുടെ അവയവവ്യവസ്ഥ എന്ന് പറയുന്ന ശ്വാസകോശമാണ്. ശ്വാസകോശത്തിൻ്റെ അകത്ത് ശ്വാസനാളികളുണ്ട്. ഈ ശ്വാസനാളികൾക്കുണ്ടാകുന്ന നീർക്കെട്ടിനെയാണ് നമ്മൾ ആസ്മ എന്ന് പറയുക. അപ്പോൾ അതിനെ തുടർന്ന് നമുക്ക് തന്നെ പലപ്പോഴും അറിയാറുണ്ട് വലിവെന്ന് പറഞ്ഞ ആൾക്കാർ വരുന്ന രീതിയിൽ ആ ശ്വാസനാളികൾ അടയുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ചുരുങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനെ തുടർന്നിട്ട് ശ്വാസം ഉള്ളിലേക്ക് എത്തിക്കാൻ, അതായത് ഓക്സിജൻ കൃത്യമായിട്ട് എത്താതെ വരികയും അതിനെ തുടർന്ന് ആൾക്ക് ശ്വാസവിമിഷ്ടം അനുഭവപ്പെടുകയും ചെയ്യും. ഇതാണ് പ്രധാനമായിട്ടും ആസ്മ എന്ന് പറയുന്നത്. അതെ ഡോക്ടർ, ഇന്നത്തെ ഈ ഒരു സാഹചര്യം പറയാനാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ചികിത്സാ രീതികളും ഒക്കെ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് അറിവുകൾ നേടാനാണെങ്കിലും പഴയതുപോലെ നമുക്ക് പുസ്തകങ്ങൾ റെഫർ ചെയ്യേണ്ട എല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ ലഭ്യമാണ്. ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിലും ഈ ഒരു ആസ്മ എന്ന രോഗത്തെക്കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഈ ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ പ്രസക്തി എത്രത്തോളമാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആസ്മ ദിനങ്ങൾ ആചരിക്കുന്നതിൻ്റെ പ്രധാന പ്രസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് 250 ദശലക്ഷത്തിലധികം ആൾക്കാർ ആസ്മ രോഗികളായിട്ടുണ്ട്. അതിൽ തന്നെ കൃത്യമായ ചികിത്സ എടുക്കുന്നവർ തുലോം കുറവാണ്. അതായത് പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷനിലോട്ട് പോയി പിന്നെ അത് മരണകാരണം വരെ ആകുന്ന അവസ്ഥയുണ്ട്. അതായത് 5 ലക്ഷത്തിലധികം ആൾക്കാർ ആസ്മ രോഗം മൂലം മരണപ്പെടുന്നതായിട്ടാണ് കണക്ക്. അപ്പോൾ കൃത്യമായിട്ടുള്ള അവബോധം വഴി ഇതിൽ കുറേ ആൾക്കാരെ നമുക്ക് കരകയറ്റുകയും കൃത്യമായ ഒരു ചാനലിലേക്ക് തിരിച്ചുവിടാനും പറ്റും. അതായത് ആസ്മയുടെ അവബോധത്തെപ്പറ്റി മാത്രമല്ല അതിൻ്റെ കൃത്യമായ ചികിത്സാ രീതിയെപ്പറ്റിയും അതുപോലെ രോഗപ്രതിരോധ സംവിധാനങ്ങളെപ്പറ്റിയും അതിൻ്റെ മാർഗ്ഗങ്ങളെപ്പറ്റിയും ഒന്ന് ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ദിനങ്ങളുടെ പ്രസക്തിയും ആവശ്യകതയും. ഇത്തരത്തിൽ നമ്മൾ ഓരോ ദിനം ആചരിക്കുമ്പോഴും അതിനോടൊപ്പം തന്നെ ആ ഓരോ വർഷവും ഓരോ തീം ഉണ്ടാകാറുണ്ട്. അപ്പം പ്രത്യേകിച്ചും ഈ ഇന്നത്തെ ഈ ഒരു സാഹചര്യം, ഈ ഒരു വർഷത്തെ തീം എന്താണ്, അതിൻ്റെ പ്രസക്തി? അതായത് ഇത്തവണത്തെ ആസ്മ തീം എന്ന് പറയുന്നത് വളരെ പ്രസക്തമായി, എല്ലാ വർഷത്തെയും ഓരോ തീമുകളും വളരെ പ്രസക്തമായ വിഷയങ്ങൾ ചർച്ചയ്ക്ക് എടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ്. എന്നാലും ഇൻഹേൽഡ് മരുന്നുകൾ എല്ലാവർക്കും പ്രാപ്യമാക്കുക, എല്ലാവർക്കും ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇത്തവണത്തെ ആസ്മയുടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള തീം. നമുക്ക് തന്നെ അറിയാം, ആസ്മ ചികിത്സയുടെ ആണിക്കൽ എന്ന് പറയുന്നത് ഇൻഹേലർ ചികിത്സയാണ്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ആസ്മയുടെ പ്രധാന പ്രശ്നം പതോളജി എന്ന് നമ്മൾ പറയും മെഡിക്കൽ സയൻസ്, അതായത് ശ്വാസനാളികളുടെ നീർക്കെട്ടാണ്. അപ്പോൾ അവിടെ പ്രവർത്തിക്കുന്ന മരുന്നുകളാണ് അതിന് ഏറ്റവും ഉപയുക്തമായിട്ട് വേണ്ടത്. അപ്പോൾ അവിടെ ഡയറക്റ്റ് എത്തിക്കാൻ പര്യാപ്തമായിട്ടുള്ള മരുന്നുകളാണ് ഇൻഹേലർ മരുന്നുകൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഇൻഹലേഷണൽ മരുന്നുകളെ കൃത്യമായി എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതും അതിനെപ്പറ്റിയുള്ള മിഥ്യാധാരണകളെ ഒഴിവാക്കുക എന്നുള്ളതും ഏറ്റവും പ്രസക്തമായ കാര്യമാണ്. എങ്കിൽ മാത്രമേ ആസ്മ നിയന്ത്രണം നമുക്ക് സാധ്യമാക്കാൻ പറ്റൂ, രോഗിക്ക് രോഗശാന്തി എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ആസ്മ നിയന്ത്രണം സാധ്യമാക്കാനായി ഇൻഹേൽഡ് മരുന്നുകളെ പറ്റി ബോധവൽക്കരിക്കുക, അതിന്റെ കൃത്യമായ ഉപയോഗം, അത് കൃത്യമായി ഉപയോഗിക്കുന്ന രീതി മനസ്സിലാക്കിക്കുക, അത് എല്ലാവരിലേക്കും പ്രാപ്യമാക്കുക. അതാണ് ഇത്തവണത്തെ ആസ്മ തീം. അതെ ഡോക്ടർ, എനിക്ക് നമ്മൾ പോകെ ഇൻഹേലറുകളെ കുറിച്ചിട്ടും അവയുടെ ഉപയോഗത്തെക്കുറിച്ചിട്ടും ഒക്കെ നമ്മൾ പറയും. പ്രധാനമായിട്ടും നമ്മൾ ആസ്മ എന്താണ് എന്ന് പറഞ്ഞു, ആ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യുന്നതിൻ്റെ ആവശ്യകത എത്രത്തോളമാണെന്ന് പറഞ്ഞു. പ്രധാനമായിട്ടും ഇനി നമുക്കറിയേണ്ടത് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ആസ്മ വരുന്നത് എന്നുള്ളതാണ്. നമുക്കതിലേക്കും കൂടി കിടക്കാം. തീർച്ചയായും ആസ്മ എന്ന് പറയുമ്പോൾ ഒരു ബ്രോഡ് ടേമാണ്. അതിനകത്ത് പല തരം വേരിയൻസ് നമ്മൾ പറയും. അതായത് അലർജിക് വേരിയൻറ്റ്, പ്രധാനമായിട്ടും നമ്മൾ അലർജി എന്നുള്ള ടേം കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചില പദാർത്ഥങ്ങളോടും പ്രോട്ടീനുകളോടും ഒക്കെ നമ്മുടെ ശരീരം അമിതമായി പ്രതികരിക്കുന്ന ഒരു അവസ്ഥയാണ് അലർജി എന്ന് പറയുന്നത്. ചിലപ്പോഴും എനിക്ക് ചിലപ്പോൾ ഒരു വസ്തുവിനോട് കാണുന്ന അലർജി ആയിരിക്കില്ല ചിലപ്പോൾ രഞ്ജനുണ്ടാവും. അങ്ങനെയുള്ള ആ ഒരു വ്യതിയാനം സ്വാഭാവികമായിട്ടും ഇതിന്റെ കേസിലുണ്ട്. അപ്പോൾ അലർജിക് വേരിയന്റ് ആസ്മ എന്നുള്ളതാണ് ഒരു തരം. പിന്നെ വേറൊരു തരം എന്ന് പറഞ്ഞാൽ നോൺ അലർജിക് വേരിയന്റ്, ഈ അലർജിക് കാരണം അല്ലാതെ മറ്റു കാരണങ്ങൾക്ക് ഉണ്ടാകുന്നത്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ആസ്മ എന്ന് പറയും. അതായത് കുറച്ച് എക്സർഷൻ ചെയ്യുകയോ വ്യായാമത്തിൽ ഏർപ്പെടുകയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ശ്വാസങ്ങളുടെ നീർക്കെട്ട് കൂടുതലായിട്ട് അനുഭവപ്പെടുകയും അതിനെ തുടർന്ന് വിഷമതകൾ അനുഭവപ്പെടുകയും ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. പിന്നെ ഒരു വലിയൊരു ടേം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യം, നമുക്കറിയാം അന്തരീക്ഷ മലിനീകരണം വേറെ കൂടിയ ഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പലപ്പോഴും നമ്മൾ പത്രമാധ്യമങ്ങളെ കണ്ടുകൊണ്ട് ഡൽഹിയിൽ ഇത്ര ഇൻഡെക്സ്, എയർ ക്വാളിറ്റി ഇൻഡെക്സ് വളരെ പൂറാണ്, അത് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള സാഹചര്യങ്ങളൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ പൊല്യൂഷന്റെ ഭാഗമായിട്ട് നമുക്ക് ആസ്മ രൂപപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒക്കുപേഷന്റെ ഭാഗമായിട്ട് രൂപപ്പെടും. അങ്ങനെ ഒക്കുപേഷണൽ ആസ്മ എന്ന് പറയും. ചിലപ്പോൾ പലപ്പോഴും ഈ പൊടി പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ചില കെമിക്കൽസ്, ഫ്യൂംസ്,
ഇതിനെ തുടർന്നൊക്കെ അത് ശ്വാസനാളത്തിലകത്തോട്ട് പോവുകയും നീർക്കെട്ടുണ്ടാവുകയും ചെയ്യും. അപ്പോൾ ആ സാഹചര്യം ഒഴിവാക്കുന്നതിനായിട്ടുള്ള രീതിയിലുള്ള മാനദണ്ഡങ്ങൾ നമുക്ക് അവിടെ സ്വീകരിക്കേണ്ടി വരും. അതാണ് ഒക്കുപേഷണൽ ആസ്മ എന്ന് പറയുന്നത്. ഇങ്ങനെ പലതരത്തിൽ ആസ്മയെ നമ്മൾ വിഭജിച്ചിട്ടുണ്ട്. അതെ, പ്രധാനമായിട്ടും കാരണങ്ങൾക്കനുസരിച്ചിട്ട് പലതരം ആസ്മകൾ. അതെ, തീർച്ചയായും. അതെ, നമ്മളൊരു കാരണം കൂടി പറയുമ്പോൾ ഡോക്ടർ അതുമായിട്ട് ചേർത്ത് പറയാനുള്ളത്, കാരണം നമുക്കറിയാം ആസ്മയുടെ ഒരു ലക്ഷണമായ ശ്വാസമുട്ടൽ തന്നെയാണല്ലോ. നമുക്ക് ഈ പല കാരണങ്ങൾ കൊണ്ട് ശ്വാസമുട്ടൽ വരാറുണ്ട്. ഈ പറയുന്നത് പോലെ പനിയുടെയും ചുമയുടെ ഒക്കെ ഭാഗമായിട്ടും, അല്ലെങ്കിൽ ജന്മനാ തന്നെ ശ്വാസമുട്ടലുള്ള ആൾക്കാരുണ്ട്. പക്ഷേ അപ്പം ഇതിൽ നിന്നുമൊക്കെ നമുക്ക് വരുന്നത് ആസ്മയാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചൊരു കൃത്യമായിട്ടുള്ളൊരു അവബോധം വേണം. അപ്പം പ്രധാനമായിട്ടും ആസ്മയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? രഞ്ജു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും ആസ്മ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ശ്വാസവിമിഷ്ടം, ശ്വാസം കഴിക്കാൻ പ്രയാസമായിട്ടുള്ളൊരവസ്ഥ, നെഞ്ചിൽ ഭാരമുള്ള അവസ്ഥ, പലപ്പോഴും വിസിലിംഗ് സൗണ്ട്, അതാണ് പലപ്പോഴും കേൾക്കാറുള്ളത്. വിസിലടിക്കുന്ന പോലെ വലിയ പോലത്തെ ശബ്ദമായിട്ടാകുമ്പോൾ പലപ്പോഴും രോഗി എത്തുക, ഇതൊരു കാരണം. രണ്ടാമത് ഇതിനോടൊപ്പം തന്നെ ചിലർക്ക് വിട്ടുമാകാത്ത ചുമയുണ്ടാവും. അപ്പോൾ പലപ്പോഴും ഇത് ഇൻഫെക്ഷൻ ആണെന്ന് കരുതി പലപ്പോഴും ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രസക്തമായ കാര്യം, നമ്മൾ ആദ്യം തന്നെ നേരെ പോവുക, മെഡിക്കൽ ഷോപ്പിലോട്ട് പോയി കുറച്ച് ആന്റിബയോട്ടിക് വാങ്ങിച്ച് കഴിച്ച് നോക്കും. കുറയുന്നില്ലെങ്കിൽ അടുത്ത ആന്റിബയോട്ടിക് മാറും, അല്ലെങ്കിൽ കോഫ് സിറപ്പ് മാറ്റി കഴിച്ച് നോക്കും. ഇങ്ങനെ കുറേ നാൾ വെച്ചുകൊണ്ടിരുന്നതിന് ശേഷം പിന്നെയും വിട്ടുമാകാത്ത ചുമയായിട്ട് പേഷ്യന്റ് പ്രസന്റ് ചെയ്യാറുണ്ട്. പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ അലർജി എന്ന് പറഞ്ഞ ലക്ഷണത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണെങ്കിൽ ഇതിനോടൊപ്പം തന്നെ കണ്ണ് ചൊറിച്ചില്, ചെവി ചൊറിച്ചില്, തുമ്മലുകൾ, വിട്ടുമാകാത്ത തുമ്മല്, ഈവൻ ശരീരത്തിൽ ചൊറിഞ്ഞു തടിച്ച് പാടുകൾ വരിക, ഇതിനോട് തുടർന്ന് ശ്വാസവിമിഷ്ടം അനുഭവപ്പെടുക, ഇതൊക്കെ അലർജിക്ക് ആസ്മയുടെ ഒരു വേരിയന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ലക്ഷണങ്ങളാണ്. എന്നിരുന്നാലും പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് കഫക്കെട്ട് അല്ലെന്നുണ്ടെങ്കിൽ ചുമ, അതോടൊപ്പം തന്നെ ശ്വാസവിമിഷ്ടമാണ് പ്രധാന ലക്ഷണം. പിന്നെ രഞ്ജു പറഞ്ഞ ചോദ്യത്തിന്റെ രണ്ടാം ഘട്ടം, അതായത് ഇത് പലപ്പോഴും ആസ്മയാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളത് കൃത്യമായിട്ടുള്ള ക്ലിനിക്കൽ ഇവാലുവേഷൻ. ആദ്യം രോഗിയുടെ ഹിസ്റ്ററി നോക്കും, എത്ര കാലമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, ഫാമിലി ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ, അതായത് വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഇതേ ബുദ്ധിമുട്ടുകളുണ്ടോ, എന്ത് സാഹചര്യത്തിലാണ് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. കാര്യം ആസ്മ സിംറ്റംസ് പലപ്പോഴും ടിപ്പിക്കലി എപ്പിസോഡിക്കാണ്. അതായത് ഏത് സമയത്താണോ നമുക്ക് പ്രേരക ഘടകങ്ങൾ, അതായത് ഏത് കാരണം കൊണ്ടാണോ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്, അതിന്റെ സാമീപ്യം കൂടുതലായിട്ട് വരുമ്പോഴാണ് കൂടുതൽ ശ്വാസവിമിഷ്ടം അനുഭവപ്പെടുക. അല്ലാതെയും വരാറുണ്ട്, എങ്കിൽ പോലും ഇങ്ങനെയാണ് കൂടുതലും വരിക. അതിനോടൊപ്പം തന്നെ അസോസിയേറ്റഡ് കുറച്ച് അലർജി സിംറ്റംസും അതിനോടൊപ്പം തന്നെ കാണാറുണ്ട്. അത് ഞാൻ ഈ പറഞ്ഞ തുമ്മല്, കണ്ണ് ചൊറിച്ചില്, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ. അപ്പോൾ അത് നോക്കുകയും പിന്നെ സ്റ്റെത്ത് വെച്ചിട്ട് നമ്മൾ ചെസ്റ്റ് ഇവാലുവേഷൻ നടത്തുകയും ചെയ്തിട്ട് മറ്റു കാര്യങ്ങളിൽ നിന്ന് റൂൾ ഔട്ട് ചെയ്യാൻ നമുക്ക് പറ്റും. ഇനി അതല്ല മറ്റു ചില കാരണങ്ങൾ, ഇപ്പോൾ ജന്മനാലുള്ള ശ്വാസമുട്ടലാകുമ്പോൾ ചിലപ്പോൾ അത് കാർഡിയാക് ഇവാലുവേഷന് വേണ്ടി വന്നേക്കാം, ചിലപ്പോൾ മറ്റു ഇതര കാരണങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതൊക്കെ നമുക്ക് ബേസിക് ആയിട്ടുള്ള ECG പോലുള്ള ഇവാലുവേഷൻ വഴി റൂൾ ഔട്ട് ചെയ്തതിനു ശേഷം ആസ്മ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ പറ്റും. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്മയ്ക്ക് നമ്മൾ ക്ലിനിക്കലി തന്നെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അതായത് രോഗിയെ കൃത്യമായി പരിശോധിച്ചതിന് ശേഷം തന്നെ ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ സാധ്യമായ മറ്റ് ഡയഗ്നോസ്റ്റിക് മൊഡാലിറ്റീസ് നമുക്ക് വേണ്ടി വരും. അത് ഇതൊന്നും തുടർന്ന് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അതെ, മാത്രമല്ല എനിക്ക് തോന്നുന്നു ഡോക്ടർ പറഞ്ഞതിൽ വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ആസ്മയുമായിട്ടൊരു ഡോക്ടറിനെ സമീപിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത്, നമുക്ക് ഏത് തരത്തിലാണ് ശ്വാസമുട്ടൽ അനുഭവിക്കുന്നതൊക്കെ കൃത്യമായിട്ട് ആ രോഗിയോട് പറയാൻ സാധിക്കണം, അല്ലേ? തീർച്ചയായും. അദ്ദേഹത്തിന്റെ ലക്ഷണങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹം പറയുകയും അതോടൊപ്പം തന്നെ എത്ര കാലമായിട്ട് ആ ലക്ഷണങ്ങൾ ഉണ്ടെന്ന് പറയുകയും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം ട്രിഗറിംഗ് ഫാക്ടർ എന്ന് പറയും. എനിക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്താൽ നന്നായിരിക്കും തോന്നുന്നു. കാര്യം പല ആൾക്കാർക്കും ആ ട്രിഗറിംഗ് ഫാക്ടറിനെ പറ്റി അറിയില്ല. ട്രിഗറിംഗ് ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാരണം ചെയ്യുമ്പോഴോ, എന്ത് ആക്ടിവിറ്റി ചെയ്യുമ്പോഴോ, എന്ത് സാഹചര്യത്തിലാണ് എനിക്ക് എന്റെ ബുദ്ധിമുട്ട് കൂടുന്നത്, അതിനെ പ്രേരക ഘടകങ്ങൾ എന്ന് പറയും. അത് പ്രധാനമായിട്ടും ആസ്മ പോലത്തെ രോഗത്തിൽ രോഗിക്ക് തന്നെ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ചിലപ്പോൾ ചില വ്യക്തികൾക്ക് പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ചിലന്തി മകല ക്ലീൻ ചെയ്യുകയായിരുന്നു, ആ സമയത്ത് എനിക്ക് ബുദ്ധിമുട്ട് വരാറുണ്ട്, അല്ലെങ്കിൽ എനിക്ക് യാതൊരു പ്രയാസമില്ല. ചിലപ്പോൾ ചിലർ പറയും തണുത്ത ആഹാരം കഴിച്ചതിന് ശേഷമാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർ പറയും കൊഞ്ചു പോലത്തെ ആഹാരം കഴിച്ചതിന് ശേഷം. നമ്മൾ പലപ്പോഴും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട് കൊഞ്ച് കഴിച്ചിട്ട് ബുദ്ധിമുട്ടായി എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ ഈ രീതിയിൽ എന്തെങ്കിലും വരുമ്പോൾ അതിനെ ട്രിഗറിങ് ഏജന്റ് എന്ന് പറയും. ഏത് കാരണം ഉള്ളിലോട്ട് ചെന്നതിന് ശേഷമാണ് ആൾക്ക് ബുദ്ധിമുട്ട് കൂടുന്നത്, അതിനെയാണ് അതിന്റെ പ്രേരക ഘടകം എന്ന് പറയുക. പലപ്പോഴും പൊടിച്ചെള്ളുകൾ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ശ്വാസക്കൊല്ല നീർക്കെട്ട് കൂടുകയും അതിനെ തുടർന്ന് ആൾക്ക് ലക്ഷണങ്ങൾ കൂടുകയും ചെയ്യും. അപ്പോൾ ആ ട്രിഗറിങ് ഏജന്റിനെ കണ്ടുപിടിച്ച് ഫലപ്രദമായി ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെ തന്നെ ഭാവിയിൽ അത് വരാതിരിക്കാനുള്ള ഒരു സാധ്യത നമുക്ക് തുറന്നിടുകയാണ് ചെയ്യുന്നത്. പിന്നെ കൃത്യമായിട്ട് മരുന്നെടുക്കുകയും ചെയ്യും. ഞാൻ ഇടപെട്ടോട് നമ്മുടെ ആദ്യത്തെ പ്രേക്ഷകൻ ചേർന്നിട്ടുണ്ട്. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ശരി, ഡോക്ടറുടെ സംശയം ചോദിച്ചോളൂ. നമസ്കാരം, ചോദിച്ചോളൂ. പറഞ്ഞോളൂ, ഡോക്ടർ കേൾക്കുന്നുണ്ട്. അലർജിയാണ്. 30 വർഷമായിട്ട് അലർജി ഉണ്ട്. ആദ്യം നേരത്തെ ശ്വാസമുട്ടെല്ലാം കൊണ്ടുപോയി, ഇപ്പോൾ ശ്വാസമുട്ടൊന്നുമില്ല. ഈ അലർജി വല്ലാണ്ട് റിഫ്ലക്ട് ചെയ്ത് വായിട്ടുണ്ട് ഞാൻ വരുമോ അലർജി? എനിക്കത് അലർജി ഉണ്ടെന്ന് മനസ്സിലായി, ക്ലിയർ ആയില്ല കേട്ടോ. തുടർന്ന് പറഞ്ഞ എന്തായിരുന്നു? ശ്വാസമുട്ടൽ ഇപ്പൊ ഇല്ല, അലർജി ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ് അലർജി എന്ന് പറഞ്ഞു ഉദ്ദേശിച്ചത്? എന്താണ് ബുദ്ധിമുട്ട് ഇപ്പോൾ ഉള്ളത്? അലർജി ഈ കഫക്കെട്ട് ഇങ്ങനെ വായിലേക്ക് വരും. ഓക്കെ. ദേഹത്തിന് ചൊറിച്ചിലുണ്ടോ? ഇപ്പൊ തുമ്മല്, കണ്ണ് ചൊറിച്ചില്, ചെവി ചൊറിച്ചില്, അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ? അതൊന്നുമില്ല. അലർജി മാത്രമേ വായിൽ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കും. നേരത്തെ ശ്വാസമുട്ടൽ വന്നിരുന്ന സമയത്ത് ഇൻഹേലർ മരുന്നുകൾ വല്ല ഉപയോഗിക്കുന്നുണ്ടായിരുന്നോ? ഉപയോഗിച്ചിരുന്നു. ഫോർമനോട് 200.
ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് ഡോക്ടർ പറഞ്ഞതിന് ശേഷം നിർത്തുകയായിരുന്നോ അതോ സ്വയം നിർത്തുകയായിരുന്നോ? നിർത്തി. ഡോക്ടർ പറഞ്ഞ നിർത്താൻ. ആ, ഇപ്പൊ ശ്വാസമുട്ടലോട്ടൊന്നും തന്നെ ഇല്ല. വലിക്കാൻ പറഞ്ഞിട്ട് ഡോക്ടർ ഒരു 10 ഉണ്ട്. ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ കഫക്കെട്ടാണ് പ്രധാന പ്രശ്നം. അവസാനമായിട്ട് പൾമനോളജിസ്റ്റിനെ എന്തെങ്കിലും കണ്ടിരുന്നോ? ചെസ്റ്റിന്റെ ഡോക്ടറിനെ കണ്ടിട്ടാണോ ഇതൊക്കെ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്? കുഴപ്പമൊന്നും പറഞ്ഞില്ല. നാച്ചുറലായിട്ടുള്ള അതെ അതെ അതെ. അപ്പം ചേട്ടൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് തോന്നുന്നത് അലർജിക് ആസ്മ എന്നുള്ള എൻറ്റിറ്റിയിലോട്ട് തന്നെയാണ് ചേട്ടനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അതിന്റെ അസുഖത്തിന്റെ തീവ്രത കുറയുകയോ നമുക്ക് ബുദ്ധിമുട്ട് കുറയുകയോ ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് ഇൻഹേലറിന്റെ ഡോസ് കുറച്ച് നിർത്താൻ പറ്റും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കഫക്കെട്ട് വരുന്നു എന്ന് പറയുമ്പോൾ അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന് പ്രധാനമായിട്ടും ശ്വാസകോശ ക്ഷമത പരിശോധന എന്ന് പറയും, PFT. അത് നമ്മൾ നോക്കണം. ഇപ്പോൾ ചേട്ടന്റെ ഏജിനും ഹൈറ്റിനും ഒക്കെ അനുസരിച്ചിട്ട് നമുക്ക് വേണ്ടുന്ന ഒരു ശ്വാസകോശ ക്ഷമതയുണ്ട്. അതിന് എത്ര ശതമാനം ഉണ്ടായിരുന്നു? അതില് 87 എത്രയുണ്ട്? ചേട്ടന് ഇപ്പൊ എത്ര ഉണ്ടായിരുന്നു? 87% ഉണ്ടായിരുന്നു. നേരത്തെ എത്ര ഉണ്ടായിരുന്നു അറിയോ? അപ്പൊ നമ്മൾ പ്രസക്തമായിട്ട് അത് നോക്കുന്ന കാര്യം എന്ന് പറയുന്നത് ശ്വാസക്കുഴലിന് എത്രത്തോളം അടവുണ്ട്. അത് പഴയ അളവിനേക്കാൾ കൂടി വരുന്നതാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഇൻഹേലറിന്റെ ഡോസ് കുറയ്ക്കാൻ പറ്റും. പിന്നെ പ്രധാനമായിട്ടുള്ള കാര്യം, പിന്നെ നമുക്ക് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റെന്തെങ്കിലും കാരണങ്ങൾ, ഇപ്പോൾ ചിലർക്ക് ഈ കഫക്കെട്ട് വരിക എന്ന് പറയുമ്പോൾ പലപ്പോഴും അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ കൊണ്ട് ഇതേപോലെ ലക്ഷണങ്ങൾ വരാം. അപ്പോൾ അസിഡിറ്റി കൺട്രോൾ ചെയ്യേണ്ടി വരാം. പലപ്പോഴും ചിലപ്പോൾ അതിന്റെ മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ഈ എടുക്കുന്ന ഇൻഹേലർ കൃത്യമായിട്ട് ഉള്ളിലേക്ക് എത്തുന്നുണ്ടാവില്ല. ചിലപ്പോൾ ആ ഡോസ് മതിയാവില്ല. ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ വിലയിരുത്തുന്നതെന്ന് പറഞ്ഞാൽ ആളെ ക്ലിനിക്കലായിട്ട് നോക്കിയതിന് ശേഷവും PFT ഒന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ എന്തായാലും ഒരു ഡോക്ടറെ ഒന്നും കൂടി ഒന്ന് കൺസൾട്ട് ചെയ്യുക സിംറ്റംസ് ഉണ്ടെങ്കിൽ. ഞാൻ ഈ പറഞ്ഞ പ്രകാരം എന്തെങ്കിലും ലക്ഷണങ്ങളാകാനുള്ള സാധ്യതയുണ്ട്. സംശയം അറിയുമെന്ന് വിശ്വസിക്കുന്നു. വിളിച്ചതിന് വളരെയധികം നന്ദി. സാമൂഹ്യ പഠനത്തിന് ഇനി ഒരു ചെറിയ ഇടവേള. എന്തൊരു പൊടി വന്നു. ചങ്ങനാശ്ശേരിയുടെ ആ ഒരു വാണിജ്യ പാരമ്പര്യമൊക്കെ പരിഗണിച്ചായിരിക്കണം 1805 വേലുത്തമ്പി തളവ ചങ്ങനാശ്ശേരിയിൽ ഔദ്യോഗികമായിട്ട് ഒരു ചന്ത സ്ഥാപിക്കും. ഇവിടെ ആന വരവും ആന ചെലവും ഉണ്ടാവട്ടെ എന്നാണ്. അങ്ങനെ അദ്ദേഹം ഒരു ആനയെ ലേലം ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തത്. ലൈറ്റ് വെച്ച് ബാക്കി ഭാഗങ്ങളെല്ലാം പഴയത് തന്നെയാണ്, ഒരു വ്യത്യാസം വരുത്തിയിട്ടില്ല. ചങ്ങനാശ്ശേരിയുടെ മുഖമുദ്രയായ അഞ്ചുവിളക്ക്, അഞ്ചുവിളക്കിന്റെ ചരിത്രത്തിലൂടെ ഇതാ ഒരു യാത്ര. ഹെറിറ്റേജ് ബൈറ്റ്സിന്റെ കൂടെ നല്ല അത്യുഗ്രൻ സ്വാദും. എൻ്റെ മമ്മി പഠിപ്പിച്ച ഒരു കിണ്ണത്തപ്പം എന്ന് പറഞ്ഞൊരു റെസിപ്പിയാണ്. മമ്മിയുടെ അമ്മച്ചി പഠിപ്പിച്ചതാണ്, ഇവിടുത്തെ വല്യമ്മച്ചി. കാണാൻ മറക്കരുത് നിങ്ങളുടെ സ്വന്തം ദൂരദർശനിൽ. വീണ്ടും സ്വാഗതം സാമൂഹ്യ പാഠത്തിലേക്ക്. ഡോക്ടർ, ആസ്മയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ജീവിതശൈലിയുടെ അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ആർക്കൊക്കെയാണ് ആസ്മ വരാൻ കൂടുതൽ സാധ്യതയുള്ള സാധാരണക്കാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ? സാധാരണഗതിയിൽ ആസ്മ എന്ന് പറയുമ്പോൾ പല വേരിയൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഒരു നല്ല രീതിയിലൊരു ജനിതകപരമായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. അതായത് പ്രധാനമായിട്ടും ഇപ്പോൾ പാരമ്പര്യമായിട്ടും നമ്മൾ പറയും, ഇപ്പോൾ വീട്ടിൽ അച്ഛൻ ആസ്മയുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും ആസ്മയുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്ത ജനറേഷനിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രധാനമായിട്ടും എന്ന് പറയുമ്പോൾ വീട്ടിൽ ഇപ്പോൾ നമ്മുടെ പേരൻസിൽ ആരെങ്കിലും ഒരാൾക്കുണ്ടെങ്കിൽ മറ്റൊരാളെ അപേക്ഷിച്ചിട്ട് നമുക്ക് വരാനുള്ള സാധ്യത ഇരട്ടിയിലധികമാണ്. നേരെ മറിച്ച് 2 കൂട്ടർക്കും ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 3 ഇരട്ടി അധികമായിട്ട് ആ ഒരു റിസ്ക് മാറാറുണ്ട്. അപ്പോൾ ജനിതകപരമായിട്ടുള്ള പ്രത്യേകതയുള്ള ഒരു റിസ്ക് അവിടെ അങ്ങനെ വരുന്നു. പിന്നെ ഉള്ളത് ട്രിഗറിങ് ഫാക്ടറാണ്. പലപ്പോഴും ഇപ്പോൾ എനിക്ക് പൊടി ഒരു ട്രിഗറിങ് ഫാക്ടർ അല്ല, അല്ലെങ്കിൽ ഒരു പ്രേരകഘടകം ഒരു ട്രിഗറിങ് ഫാക്ടർ അല്ലാതെ വർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ പൊടിയോട് എക്സ്പോഷർ വന്നാൽ എനിക്കത് ബുദ്ധിമുട്ട് വരണമെന്നില്ല. പക്ഷേ നേരെ മറിച്ച് ചിലപ്പോൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ആഹാര സാധനങ്ങൾ കഴിക്കുമ്പോൾ, ഇപ്പോൾ ഒരു ഷെൽഡ് ഫിഷുകൾ കൂടുതലും കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ്, കൊഞ്ച് ഉൾപ്പെടെയുള്ള ആഹാരങ്ങൾ കഴിക്കുന്ന സമയത്ത് ചില ആൾക്കാരിൽ അതിന്റെ ഭാഗമായിട്ട് ചൊറിഞ്ഞ് തടിച്ച് വരികയും അതിനെ തുടർന്ന് ശ്വാസമുട്ടൽ വരികയും ചെയ്യും. ആർട്ടിക്കൽ റാഷിനെ തുടർന്നുണ്ടാകുന്ന ശ്വാസമുട്ടൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ പ്രേരകഘടകം അതായിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആൾക്കാർ ഈ പ്രേരകഘടകങ്ങളോട് എക്സ്പോഷർ വരുമ്പോൾ മാത്രമേ ശ്വാസമുട്ടലേക്ക് നയിക്കാറുള്ളൂ. എന്നാലും ജനറലൈസ്ഡ് റിസ്ക് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒക്യുപേഷണൽ ആസ്മയുടെ റിസ്ക്, അതായത് ഒരുപാട് പൊള്യൂട്ടഡ് ഏരിയയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ കെമിക്കൽ ഫാക്ടറീസിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഒരുപാട് ഫ്യൂംസ് ശ്വസിക്കേണ്ടി വരുന്ന ആൾക്കാർ, പിന്നെ പ്രധാനമായിട്ട് ഈ സൾഫർ ഡയോക്സൈഡ് ഫ്യൂംസ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ആയിട്ടുള്ള ഏരിയയിൽ കൂടുതലും കണ്ടുവരുന്നത്. പിന്നെ ചെറിയ ചെറിയ പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞ് വളരെ മൈക്രോഗ്രാം പാർട്ടിക്കിൾസ് ഉണ്ടാവും. അതൊക്കെ ഉള്ളിലോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ട് അത് ശ്വസിക്കേണ്ടി വരുന്നത് പ്രധാനമായിട്ട് ട്രാഫിക് പോലീസുകാർ നമുക്ക് കാണാറുണ്ട്, ഒരുപാട് എക്സ്പോഷർ വരുന്നതാണ്. ചില ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ.
പിന്നെ പ്രധാനമായിട്ടും ഈ സ്മോക്കിംഗ് എക്സ്പോഷേഴ്സ് ഒരുപാട് വരുന്നു. ഇപ്പോൾ വണ്ടികളുടെ പുകയാകാം, അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും ക്രോണിക് സ്മോക്കേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ പാസീവ് സ്മോക്കിംഗ് ആണെങ്കിൽ പോലും ആ സ്മോക്ക് പോലും ഒരു ഇറിറ്റൻ്റായിട്ട് വർത്തിച്ചിട്ട് സ്വാഭാവികമായിട്ട് ശ്വാസകോശത്തിൽ നീർക്കെട്ടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അത് ആസ്മയിലേക്ക് നയിക്കാറുണ്ട്, പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ സ്മോക്കേഴ്സ് ഉള്ള വീടുകളിലുള്ള ആൾക്കാരിൽ. പിന്നെ പെറ്റ്സ് ഫാമിങ്ങുകൾ, ഫാം ഹൗസ്, ഇപ്പോൾ കൃഷിക്കാർ പലപ്പോഴും ഈ പൗൾട്രി ഫാമിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ, പ്രധാനമായിട്ടും കോഴിക്കൃഷികൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ പിജിയൻസിൻ്റെ ഫൗൾ വർക്കേഴ്സ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ അലങ്കാര പക്ഷികളെ ആൾക്കാർ, അതിൻ്റെയൊക്കെ ഒരു എക്സ്പോഷർ വരുമ്പോഴും സ്വാഭാവികമായിട്ട് അവർക്കൊക്കെ ഹൈ റിസ്ക് ഫാക്ടേഴ്സ് വരാറുണ്ട്. പിന്നെ വീട്ടിൽ പെറ്റ്സിനെ ഒരുപാട് വളർത്തുന്ന സാഹചര്യങ്ങളൊക്കെ വരും വീടിനകത്ത് തന്നെ. അപ്പോൾ അതിൻ്റെ ഡാൻഡേഴ്സ് അഥവാ അതിൻ്റെ രോമങ്ങൾ ഉള്ളിലോട്ട് പോയതിൻ്റെ ഭാഗമായിട്ടും നമുക്കത് ഒരു ട്രിഗറിങ് ഫാക്ടറായിട്ട് വർത്തിക്കുകയും അതുവഴി ആസ്മ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. റിസ്ക് ഫാക്ടേഴ്സ്. ഓക്കെ ഡോക്ടർ, നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? വിദ്യാരാജ്. ശരി, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. നമസ്കാരം, ചോദിച്ചോളൂ. പറഞ്ഞോളൂ, ഡോക്ടർ കേൾക്കുന്നുണ്ട്. എനിക്ക് അലർജി ഉള്ള ആളാണ് ഞാൻ. അലർജിക്ക് മരുന്ന് കഴിക്കുന്നുണ്ട്. ESR ഒക്കെ കൂടുതലാ, കൗണ്ടിന്റെ പ്രശ്നമുണ്ട്. ഇപ്പം തുമ്മല് വന്നു പോയി കഴിഞ്ഞാല് പിന്നെ ശ്വാസം മുട്ടല് വരുക. അപ്പം ഡോക്ടർ പറഞ്ഞു ഇൻഹേലർ ഉപയോഗിക്കാൻ പറഞ്ഞു. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടല് വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാ? ഈ ഇൻഹേലർ അമ്മ ഡോക്ടറെ കൃത്യമായി കാണിച്ച് വിലയിരുത്തി ഞാൻ ഈ പറഞ്ഞ പോലെ ശ്വാസകോശക്ഷമത പരിശോധനയൊക്കെ ചെയ്തതിന് ശേഷമാണോ ഇൻഹേലർ ഉപയോഗിച്ച് തുടങ്ങിയത്? അല്ലല്ല, ഇൻഹേലർ അങ്ങനെ തുടങ്ങുകയായിരുന്നോ? അല്ലാതെ ഈ ശ്വാസം മുട്ടൽ ഡോക്ടർ ഞാൻ ഈ ശ്വാസം മുട്ടൽ വരുമ്പോള് ഇഞ്ചക്ഷൻ എടുക്കുമായിരുന്നു ഞരമ്പുകള്. അപ്പൊ അതിൽ കുറയാതെ വന്നപ്പോ പിന്നെ ഇൻഹേലറിലോട്ട് മാറാൻ പറഞ്ഞു കാണും അല്ലെ? അങ്ങനെ. അപ്പൊ അമ്മ ഈ ചോദിച്ച ചോദ്യം ഒരുപാട് പേര് ഇതേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്, ഇതേ രീതിയിൽ തന്നെ പോകുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ പ്രസക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഇൻഹേലറുകൾ എന്ന് പറഞ്ഞാൽ വളരെ ആദ്യത്തെ വളരെ ലളിതമായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള മരുന്നുകളാണ് അമ്മയുടെ അസുഖത്തിന്റെ ചികിത്സയ്ക്ക്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ടും കൃത്യമായ ഡോസിൽ കൃത്യമായ ഇടവേളകളിൽ കൃത്യമായിട്ട് ഉപയോഗിക്കണം. അസുഖം വരുമ്പോൾ മാത്രം ഉപയോഗിച്ചിട്ട് കാര്യമില്ല. പക്ഷേ അമ്മ അസുഖം വരുമ്പോൾ പോയി ഞരമ്പിലെടുക്കുന്ന ഇഞ്ചക്ഷൻസ് ആണ് ഏറ്റവും കൂടുതൽ സൈഡ് എഫക്റ്റ് ഉള്ളത്, പാർശ്വഫലങ്ങൾ കൂടുതൽ. നമ്മുടെ പ്രശ്നം ശ്വാസക്കുഴലിലെ നീർക്കെട്ടാകാനുള്ള സാധ്യതയാണ് അമ്മയുടെ ലക്ഷണങ്ങളിൽ കാണുന്നത്. അതായത് അലർജിക് ആസ്മ എന്ന് പറയും. അതോടൊപ്പം തന്നെ അത് തുമ്മലായിട്ടും മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അലർജിക് റൈനൈറ്റിസ് എന്നാണ് അതിന് പറയുക. അതായത് തുമ്മലും അലർജിയുടെ ഭാഗമായിട്ട് വരാം, അതുപോലെ ശ്വാസക്കുഴലിൽ നീർക്കെട്ടും വരാം. അപ്പോൾ ഇതിനെല്ലാം അവിടെ പ്രവർത്തിക്കുന്ന മരുന്നുകൾ ഫലപ്രദമായിട്ട് ഇപ്പോൾ ഉണ്ട്. അതായത് തൊണ്ട വഴി ഗുളിക വിഴുങ്ങേണ്ട കാര്യമില്ല. അതിനേക്കാൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള പാർശ്വഫലങ്ങൾ തീരെ ഇല്ലാത്ത ഇൻഹേലർ മരുന്നുകളും മൂക്കിൽ ഇറ്റിക്കുന്ന തുള്ളി മരുന്ന് അഥവാ സ്പ്രേ മരുന്നുകളും ഒക്കെ ഉണ്ടാവും. പിന്നെ അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഈ വിലയിരുത്തൽ നടത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം ക്ലിനിക്കലി നമ്മൾ നോക്കിയതിന് ശേഷം ചില ഇനം ബ്ലഡ് ടെസ്റ്റുകൾ നമുക്ക് ചെയ്യേണ്ടി വരും. അതോടൊപ്പം തന്നെ ഒരു ശ്വാസകോശ ക്ഷമത പരിശോധന എന്ന് പറയും, PFT. ഇത് ചെയ്തതിന് ശേഷം നമുക്ക് എത്ര തണ്ട് ശ്വാസക്കൊള്ളിന് ചുരുക്കമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ചിട്ടാണ് ഏത് ഇൻഹേലർ വേണമെന്ന് തീരുമാനിക്കുകയും അത് എത്ര നാൾ ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. അത് കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതൊരു PFT ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ പതുക്കെ ഡോസ് കുറച്ച് നമുക്ക് ഏതർ സ്റ്റോപ്പ് ചെയ്യാനോ പിന്നെ ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാനോ പറ്റാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ടൊരു പൾമണോളജിസ്റ്റിനെ കണ്ട് ചികിത്സ എടുക്കുക കേട്ടോ. ശരി, താങ്ക് യു. സംശയം അറിയുന്നു വിശ്വസിക്കുന്നു. വിളിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ. അപ്പോൾ തന്നെ നമ്മൾ ഇതുവരെ എന്താണ് ആസ്മ, ആസ്മയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്, എത്ര തരം ആസ്മയുണ്ട്, ലക്ഷണങ്ങൾ എന്തൊക്കെ എന്നുവരെ പറഞ്ഞു നിർത്തി. ഇനി പ്രധാനമായിട്ടും ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ആസ്മയ്ക്ക് നമ്മൾ അവലംബിക്കുന്ന ചികിത്സാ മാർഗ്ഗങ്ങൾ, ഇപ്പോൾ ഈ ഒരു പ്രേക്ഷകന്റെ മറുപടിയായിട്ട് ഡോക്ടർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും നമുക്കത് കുറച്ചുകൂടി വിശദീകരിച്ച് പറയേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേഷ്യൻസ് പോലും നമ്മളെ കാണാൻ വരുന്ന ആൾക്കാർ ഇപ്പോൾ സാഹചര്യങ്ങൾ കുറേയൊക്കെ മാറിയിട്ടുണ്ട്. ഒരു പരിധിവരെയൊക്കെ ഇതുപോലെ സാമൂഹികോടം പോലുള്ള പരിപാടികൾ വഴി ഒരു അവബോധം ആൾക്കാർക്ക് വന്നിരുന്നുണ്ട്. നമ്മൾ തന്നെ എനിക്കൊന്ന് ആസ്മയുടെ ടോപ്പിക്ക് 2-3 തവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു അവബോധം വളരെ അത്യാവശ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ആൾക്കാർ ശ്വാസം മുട്ടൽ വരുമ്പോൾ ചിന്തിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഗുളികകളും ഇഞ്ചക്ഷനും ഒക്കെ വളരെ സുരക്ഷിതമാണ്, പക്ഷേ ഇൻഹേലറുകൾ പ്രശ്നക്കാരാണ്. ആ ഒരു തോട്ടുകരമാകാനായിരിക്കണം ഒരുപക്ഷെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ആസ്മ ദിനത്തിൽ തന്നെ സന്ദേശം തന്നെ ഇൻഹേലർ മരുന്നുകൾ എല്ലാവർക്കും, ഇൻഹേൽഡ് മരുന്നുകൾ അത് നെബുലൈസേഷൻ ആകാം അല്ലെങ്കിൽ ഇൻഹേലറുകളാവും, അത് എല്ലാവർക്കും പ്രാപ്യമാക്കി അതിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായിട്ടും മനസ്സിലാക്കണം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശ്വാസക്കുഴലിന്റെ നീർക്കെട്ട്, ഉള്ളിലെ പാളിക്കുള്ള നീർക്കെട്ടുകളാണ് പ്രധാനമായിട്ടും ആസ്മയിൽ നയിക്കുന്നത്. അപ്പോൾ അവിടെ പ്രവർത്തിക്കുന്ന വളരെ ചെറിയ ഡോസിലുള്ള ഇൻഹേലറുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രസക്തമായിട്ടുള്ള കാര്യം. അതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ചികിത്സ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഇൻഹേലറുകളിനോടൊപ്പം തന്നെ ചിലപ്പം ചില കേസുകളിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റു ചില മരുന്നുകളും കൂടെ ചിലപ്പോൾ വേണ്ടി വരാറുണ്ട്. ചില ഗുളികൾ വേണം. ചിലപ്പോൾ അത് ഇൻഫെക്ഷൻ കാരണം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻഫെക്ഷനെ നീർക്കെട്ട് കുറയ്ക്കാനായിട്ട് ചില ആന്റിബയോട്ടിക്കുകൾ വേണ്ടി വന്നേക്കാം. ചിലപ്പോൾ ചില ഇനം രോഗികളിൽ പലപ്പോഴും പ്രായമാവുന്ന ആൾക്കാരിൽ അല്ലെങ്കിൽ കുട്ടികളിലൊക്കെ സാധാരണ രീതിയിലുള്ള ഇൻഹേലർ ഉപയോഗം പറ്റാതെ വരും, അത്രത്തോളം വിമിഷ്ടം ഉണ്ടാവും. ആ സമയത്ത് ചിലപ്പോൾ പലപ്പോഴും നമുക്ക് നെബുലൈസർ എന്ന് പറഞ്ഞൊരു ഡിവൈസ് ഉണ്ട്, പലപ്പോഴും നമുക്ക് അറിയായിരിക്കും. ഒരു ചെറിയ ഡിവൈസ്, അതിൻ്റെ കൂടെ ഒരു മാസ്ക് ഉണ്ടാവും, അതിനകത്ത് മരുന്ന് പൊട്ടിച്ച് ചോദിച്ചതിന് ശേഷം ആവി പിടിക്കാൻ പറയാം. അത് കുറച്ച് നാളെ ഉപയോഗിക്കാൻ
പാടുള്ളൂ. പലർക്കും അതിനോട് വലിയ താല്പര്യമാണ്, കാര്യം വളരെ എളുപ്പത്തിൽ അത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അതിനും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതായത് ഡോസ് വളരെ കൂടുതലായിരിക്കും അതിനകത്ത്. അപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗത്തിൽ ചിലപ്പോൾ പൊട്ടാസ്യത്തിന്റെ അളവിൽ ചെറിയ വ്യതിയാനങ്ങൾ വരും. അപ്പം പ്രായ ആൾക്കാരൊക്കെ സ്ഥിരമായിട്ട് അത് ഉപയോഗിക്കുന്ന പ്രവണത ഒഴിവാക്കേണ്ടതാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ഇൻഹേലർ ഹോം നെബുലൈസേഷനുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കും. പക്ഷേ പലപ്പോഴും ഈ നെബുലൈസേഷനൊക്കെ എടുത്ത് നീർക്കെട്ട് കുറച്ചതിന് ശേഷം പലപ്പോഴും ഇൻഹേലറിലോട്ട് മാറാറുണ്ട്. അത് ലോങ് ടൈം ഉപയോഗത്തിനുള്ളതാണ്. അത് പക്ഷേ കൃത്യമായിട്ട് നമ്മൾ ഈ പറഞ്ഞ ശ്വാസകോശ ക്ഷമത പരിശോധന ചെയ്ത് ഈ അളവുകൾ നോർമലായി കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ ഇൻഹേലറിന്റെ ഡോസ് കുറച്ച് നമുക്ക് ഇവൻ നിർത്താൻ തന്നെ സാധിക്കാറുണ്ട്. പിന്നെ ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഉപയോഗിച്ചാൽ മതിയാവും. അപ്പോൾ ആൾക്കാരുടെ സംശയങ്ങൾ പ്രധാനമായിട്ട് ആ ഇൻഹേലറിന്റെ കാര്യത്തിലാണ്. അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ടി വരുമോ, അത് കാരണം അഡിക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പറയാറുണ്ട്. ഒരു വിധത്തിലുള്ള അഡിക്റ്റീവായിട്ടുള്ള ഏജന്റും അതിനകത്തില്ല. അത് എവിടെയാണോ നീർക്കെട്ടുള്ളത് അതിനെ കുറയ്ക്കാൻ വേണ്ടി മാത്രമുള്ള മരുന്നുകളാണ്. അതിന് യാതൊരുവിധ പാർശ്വഫലങ്ങളുമില്ല. ഒന്ന് കൃത്യമായ രീതിയിൽ ഇൻഹേലർ ഉപയോഗിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പലപ്പോഴും എനിക്ക് തോന്നുന്നു പല ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, റീലുകളിലൊക്കെ ഇൻഹേലർ വാങ്ങിയിട്ട് സ്പ്രേ പോലെ ഉപയോഗിക്കുന്നത്. ഫണ്ണി ആസ്പെക്റ്റിൽ പറഞ്ഞതാണെങ്കിൽ പോലും അതുപോലും ഒരു പ്രസക്തമായ കാര്യമാണ്. ഇൻഹേലറുകൾ കൃത്യമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലതരത്തിലുള്ള ഇൻഹേലറുകൾ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ ചിലപ്പോൾ ഗുളികയിട്ട് പൊട്ടിക്കുന്ന ഇൻഹേലറുകളായിരിക്കാം, അല്ലെങ്കിൽ സ്പ്രേ രൂപത്തിലുള്ള ഇൻഹേലറായിരിക്കും, ഒരു സ്പേസറിന്റെ സഹായത്തോടെ ഉപയോഗിക്കേണ്ടി വരും. ഇതെല്ലാം നമ്മൾ ശ്വാസനാളത്തിലേക്ക് വലിച്ചെടുത്ത് ഒരു 10 സെക്കൻഡെങ്കിലും ഉള്ളിൽ നിർത്തിയതിന് ശേഷം പുറത്ത് വിട്ടെങ്കിൽ മാത്രമേ ഈ മരുന്നിന്റെ ഫലം ഉള്ളിൽ കിട്ടുള്ളൂ. പിന്നെ അതൊരു ശ്വാസകോശ വ്യായാമമായിട്ടും വർത്തിക്കും. ഉള്ളിലോട്ട് വലിക്കുക, 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക എന്ന് പറയുമ്പോൾ ശ്വാസകോശ വ്യായാമം കൂടി. അപ്പോൾ ഇത് രണ്ട് തരത്തിൽ പേഷ്യന്റിന് ബെനിഫിറ്റ് ആണ്. വളരെ ചെറിയ ഡോസിൽ രോഗനിയന്ത്രണം സാധ്യമാവുകയും ചെയ്യും, അതോടൊപ്പം തന്നെ ശ്വാസകോശ വ്യായാമവും കിട്ടും. അപ്പോൾ ഈ രീതിയിൽ തന്നെ ഇൻഹേലറുകൾ കൃത്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ രോഗനിയന്ത്രണം സാധ്യമായിട്ടും. അപ്പോൾ ആണിക്കൽ എന്ന് പറഞ്ഞാൽ ഇൻഹേലറിന്റെ ഉപയോഗം. പിന്നെ മറ്റു ചില മരുന്നുകൾ വേണ്ടി വരാറുണ്ട്. പിന്നെ അതിലും ചിലപ്പോൾ കൺട്രോൾ ആകാത്ത ആൾക്കാരിൽ ചിലപ്പോൾ ബുദ്ധിമുട്ട് കൂടുന്ന ആസ്മ അറ്റാക്സ് പോലെ വരുന്ന സാഹചര്യങ്ങൾ വരുന്ന ആൾക്കാരിൽ ചിലപ്പോൾ പലപ്പോഴും നമുക്ക് ഞരമ്പിൽ ഇഞ്ചക്ഷൻസ് വേണ്ടി വരാറുണ്ട്. അത് ഇതിലൊന്നും കൺട്രോൾ ആവാതെ വരുമ്പോഴാണ്. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ പ്രേക്ഷകർ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ പോയി കൂടെ ഇഞ്ചക്ഷൻ എടുക്കുക എന്ന് പറയുമ്പോൾ അത്രയും സൈഡ് എഫക്ട് വരികയാണ് ചെയ്യുന്നത്. അതിന്റെ ആവശ്യമില്ല. അപ്പോൾ അതാണ് എൻ്റെ ഒരു പോയിന്റ്. ഡോക്ടർ, ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കണം. നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ എത്തിച്ചേർന്നിട്ടുണ്ട്. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? നമസ്കാരം സാർ, എന്റെ പേര് ശങ്കരൻ നായർ, ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്. ശരി, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. നമസ്കാരം സാർ, എനിക്ക് 66 വയസ്സായി. അപ്പൊ എന്നും രാവിലെ ഈ ഉറക്കം എണീക്കുമ്പോ കുറച്ച് തണുത്ത അന്തരീക്ഷമായിരിക്കുമല്ലോ മിക്കവാറും നമ്മളെ എനിക്ക് രാവിലെ കുറെ സമയം എനിക്ക് തുമ്മലുണ്ടാവും. തുമ്മും പിന്നെ നമുക്ക് കൂടെ ഇതും വരും, വെള്ളവും വരും. ഇത് പിന്നെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആണോ എന്ന് എനിക്ക് അറിയില്ല. 2, നമ്മൾ ഈ കൊറോണ വന്നതിന് ശേഷം നമ്മൾ മാസ്ക് ഉപയോഗിക്കുന്നുണ്ട് മിക്കവാറും പേരെല്ലാം ഹോസ്പിറ്റലിൽ പോകുമ്പോഴൊക്കെ. ഈ മാസ്കിനെ പറ്റി ഒരു തെറ്റായ ഒരു ധാരണ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് വെച്ചാൽ അത് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് ഓക്സിജന്റെ അളവ് മതിയായ രീതിയിൽ കിട്ടത്തില്ല എന്ന്, അതിനെ സംബന്ധിച്ചും കൂടെ ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. തീർച്ചയായിട്ടും വളരെ 2 പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് അച്ഛൻ ചോദിച്ചത്. അതിൽ ആദ്യത്തെ ചോദ്യത്തിന്റെ പാർട്ട് അദ്ദേഹം പറഞ്ഞത് സ്ഥിരമായിട്ട് തുമ്മൽ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തുമ്മലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല രീതിയിലുണ്ട്. ഒന്ന് അദ്ദേഹത്തിന്റെ ഏജിനനുസരിച്ചിട്ടാകുമ്പം സ്വാഭാവികമായിട്ടും ആ ഒരു ടൈമിലുള്ള എക്സ്പോഷർ. അദ്ദേഹം ഫോൺ വെച്ചിരുന്നോ? അച്ഛന് എത്ര നാളായിട്ടാണ് ഈ തുമ്മലിന്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുള്ളത്? 66 വയസ്സെന്ന് പറഞ്ഞു. നേരത്തെ മുതലേ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നോ അതോ ഇപ്പൊ തുടങ്ങിയതാണോ? ഉണ്ട്. ഇപ്പോഴല്ല. എനിക്ക് ഏകദേശം ഞാൻ സർവീസ് ഇരിക്കാൻ പറ്റുന്നത് 10-15 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ എപ്പോഴെങ്കിലും ശ്വാസം മുട്ടലിലേക്ക് പോയിട്ടുണ്ടോ? ശ്വാസം മുട്ടൽ വന്നിട്ടില്ല. ഈ തുമ്മലിന് ചികിത്സ എന്തെങ്കിലും എടുത്തിരുന്നോ? നേസൽ സ്പ്രേസോ, മൂക്കിലൊഴിക്കുന്ന തുള്ളിമരുന്നുകളോ അല്ലെങ്കിൽ അലർജിയുടെ ഗുളികളോ എല്ലാം കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നോ? അലർജിയുടെ സ്റ്റാർട്ടിങ്ങില് ഞാൻ ഈ ആശുപത്രിക്ക് ജോലി പൊടിയുടെ പ്രശ്നം തുമ്മുമ്പോ ഞാനിത് ക്ഷമിക്കണം, ഞാൻ ഡോക്ടറെ കാണാതെ തന്നെ ഞാൻ പറഞ്ഞിട്ട് അറിവുകൾ കൊണ്ട് പേര് ഓർമ്മയില്ല. അത് കുറച്ച് ദിവസം ഇങ്ങനെ ഈ തുമ്മല് കണ്ടിന്യൂസ് ആയിക്കും ഞാൻ കഴിക്കും, എനിക്കത് കുറയുമായിരുന്നു. പക്ഷെ അപ്പൊ തന്നെ എന്റെ സുഹൃത്ത് പറഞ്ഞു അത് പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ സുഹൃത്ത് എനിക്കൊരു വേറൊരു ഇത് പറഞ്ഞായിരുന്നു, കുറച്ച് എക്സർസൈസ് എടുക്കണമെന്ന് പറഞ്ഞു രാവിലെ. അപ്പൊ ഈ രാവിലെ എടുക്കുമ്പോൾ ശരീരം ചൂടാകുമ്പോ അപ്പൊ ഞാൻ കുറച്ച് ദിവസം മാറി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അച്ഛൻ ഈ പറഞ്ഞ ഹിസ്റ്ററി വളരെ പ്രസക്തമായ ഹിസ്റ്ററിയാണ്. അതായത് ഇത് അലർജിക് വേരിയന്റ് ആണ്. അലർജിക് റൈനൈറ്റിസ് എന്ന് പറയും. അതായത് അലർജി മുഖാന്തരം ഉണ്ടാവുന്ന നീർക്കെട്ട് മൂക്കിലുണ്ടാവുകയും അതുവഴി തുമ്മൽ രൂപപ്പെടുകയും ചെയ്യും. അപ്പൊ അത് ഓരോ വ്യക്തിക്കും അലർജി ഉണ്ടാക്കുന്ന ഘടകങ്ങൾ, അതായത് അലർജനുകൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിരിക്കും.
അത് പ്രധാനമായിട്ട് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ തുമ്മൽ വരുന്നതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് പലപ്പോഴും വരുന്നത് നമ്മുടെ ബെഡിൽ തന്നെയുള്ള പൊടിച്ചെള്ളുകൾ എന്ന് പറയും. അതിനെപ്പറ്റി ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് ബെഡ്ഷീറ്റിലും തലയാണ വകകളിലും ഒക്കെയുള്ള ചെറിയ ഇനം പ്രാണികളാണ്, നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത സൂക്ഷ്മജീവികളാണ്. നമ്മുടെ ഡെഡ് കോശങ്ങൾ, നമ്മുടെ ഡെഡ് സെൽസിനെയും താരനെയും അല്ലെങ്കിൽ മറ്റ് കണികകളെയൊക്കെ തിന്ന് ജീവിക്കുന്ന ജീവികളാണിവ. ഇതിൻ്റെ കാഷ്ടമാണ് പലപ്പോഴും നമുക്ക്, അതിൻ്റെ ശൽക്കങ്ങളും കാഷ്ടമാണ് പലപ്പോഴും നമുക്ക് അലർജി ഉണ്ടാക്കുന്നത്. അതായത് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പോവുകയും അതിനെ തുടർന്ന് തുമ്മലും മൂക്കൊലിപ്പും ചിലപ്പോൾ ശ്വാസമുട്ടലിലേക്ക് വരെ നയിക്കുക ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് പോകുമ്പോൾ. അതിനെ അലർജിക് മാർച്ച് എന്നാണ് പറയുക. അതായത് അലർജി ആദ്യമേ തന്നെ തുമ്മലും മൂക്കൊലിപ്പായിട്ട് രൂപപ്പെടും, പിന്നെ ചിലപ്പോൾ ചിലക്ക് കാലാന്തരത്തിൽ അത് ശ്വാസമുട്ടലിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. അതാണ് അച്ഛൻ ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത്. അത് ശ്വാസകോശത്തിലേക്ക് ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അത് ഇപ്പോഴും ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു പൾമനോളജിസ്റ്റിനെ കാണിച്ചിട്ട് നെഞ്ചൊന്ന് പരിശോധിക്കണം. അതോടൊപ്പം തന്നെ ഒരു PFT പരിശോധന ചെയ്യണം, ശ്വാസകോശ ക്ഷമത പരിശോധന. അത് ചെയ്തെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് ആ ഒരു ശ്വാസകോശം നീർക്കെട്ടുണ്ടോ ചുരുക്കമുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അത് ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തത് മാസ്കിനെ പറ്റി ചോദിച്ച കാര്യം, അത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട സംഗതി, മാസ്ക് പല തരത്തിലുണ്ട്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന തുണി മാസ്കുകൾ, അതുപോലെ തന്നെ സർജിക്കൽ മാസ്കുകൾ, 3 ലെയർ ആയിട്ടുള്ള 3M സർജിക്കൽ മാസ്ക് ഉണ്ട്, അല്ലാതെ 2 ലെയേഴ്സ് മാസ്ക് ഉണ്ട്, പിന്നെ N95 മാസ്ക് ഉണ്ട്, N99 മാസ്ക് ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N99 എന്ന് പറഞ്ഞാൽ ഏറ്റവും അഡ്വാൻസ്ഡ് ലെവലിൽ ഒരുപാട് എക്സ്പോഷറുള്ള ആൾക്കാരിലും ഖനികളിലൊക്കെ ജോലി ചെയ്യുന്നവരും ഒരുപാട് പൊല്യൂഷൻ എക്സ്പോഷറുള്ള ആൾക്കാർ ആ പൊല്യൂഷൻ്റെ പാർട്ടിക്കിൾ അകത്തോട്ട് കയറാതിരിക്കാൻ ഉപയോഗിക്കുന്ന അത്രയും സൂക്ഷ്മ കണികളുള്ള മാസ്കാണ്. അതിൽ പോലും നമുക്ക് വേണ്ടുന്ന ഓക്സിജനെ അകത്തോട്ട് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളാനും നമ്മുടെ ശരീരത്തിന് പ്രാപ്യമാകുന്ന രീതിയിലുള്ള ഹോൾസ് അതിനകത്ത് മൈക്രോസ്കോപ്പിക്കായിട്ടുണ്ട്. ഒരു കാരണവശാലും അത് മുഖാന്തരം ശ്വാസകോശത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. പിന്നെ പ്രധാനമായിട്ടുള്ള കാര്യം മാസ്ക് കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും മാസ്ക് താടിക്ക് വെക്കുകയോ അല്ലെങ്കിൽ വായിൽ മാത്രം കവർ ചെയ്ത് വെക്കുകയോ ചെയ്യും. മൂക്ക് പൂർണ്ണമായിട്ടും മറയുന്ന രീതിയിൽ തന്നെ വേണം മാസ്ക് ഉപയോഗിക്കാൻ. പിന്നെ മാസ്കിൻ്റെ പുറത്തെ പാളിയിൽ നമ്മൾ ധരിച്ചതിന് ശേഷം, ഇപ്പോൾ അച്ഛൻ ഈ പറഞ്ഞ പോലെ ഹൈ റിസ്ക് ഏരിയയിൽ, ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോവുക അല്ലെങ്കിൽ മറ്റു ഏരിയയിലൊക്കെ പോവുക, രോഗിയെ സന്ദർശിച്ചിട്ട് വരിക, ആ സമയങ്ങളിൽ മാസ്കിൻ്റെ പുറം ഭാഗത്ത് നമ്മുടെ കൈ കൊണ്ട് തൊടാൻ പാടില്ല. തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ കൈ സാനിറ്റൈസ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ മാസ്ക് ഉപയോഗിച്ചതിന് ശേഷം കൃത്യമായിട്ട് അടച്ചുറപ്പുള്ളൊരു കണ്ടെയ്നറിൽ ഡിസ്പോസ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് നിമജ്ജനം ചെയ്യുകയോ ചെയ്യാം. അത് വലിച്ചെറിയാതിരിക്കുക. നമ്മൾ കോവിഡ് സമയത്തൊക്കെ ഒരുപാട് കണ്ടതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അത് പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ നിപ്പ റിപ്പോർട്ട് ചെയ്ത സാഹചര്യം അടുത്ത സമയത്ത് ഞാനിപ്പോൾ വാർത്തയിൽ കേട്ടുവരികയായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇത് വളരെ പ്രസക്തമായൊരു നിർദ്ദേശമാണ്. അത് മാക്സിമം പാലിക്കുക. മാസ്ക് ഉപയോഗിക്കുന്നതെന്ന് അറിയാൻ തന്നെ വളരെ സന്തോഷം. കാര്യം ഞാൻ എൻ്റെ പേഷ്യൻസിനോടും സുഹൃത്തുക്കളോടൊക്കെ പറയാതെ കൂടുതൽ ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഹൈ റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, പ്രമേഹ രോഗികൾ, കിഡ്നി രോഗികൾ, ഇങ്ങനെയുള്ള ആൾക്കാർ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും മാസ്ക് ഉപയോഗിച്ചിരിക്കണം. കാര്യം സെക്കൻഡറി ഇൻഫെക്ഷൻസോ വൈറൽ പനികളൊക്കെ വരാൻ വളരെ സാധ്യത കൂടുതലാണ്. അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു വജ്രായുധമാണ് മാസ്ക്. തീർച്ചയായിട്ടും ഉപയോഗിക്കുക. താങ്ക് യു. സംശയം അറിയുന്ന വിശ്വസിക്കുന്ന വിളിച്ചിന് വളരെയധികം നന്ദി. സാമൂഹ്യ പാഠത്തിൽ ഇനി ഒരു ചെറിയ ഇടവേള. ഒരു കാലത്തിന്റെ കഥ പറഞ്ഞത് ആകാശവാണി, പിന്നെ വന്നു എന്റർടൈൻമെന്റ് ഇൻ റെവല്യൂഷൻ. നാട്ടിലങ്ങും ഇങ്ങുമെല്ലാം ദൂരദർശൻ. മാറിയില്ല കഥയൊട്ട്, മാറുന്നുണ്ട് സ്റ്റൈൽ മറ്റും. നമ്മൾ കേട്ട കഥ അതു തന്നെ, കണ്ട കഥ അതു തന്നെ, ഇനിമേൽ പറയും ഡിജിറ്റൽ. Download Waves OTT app now and watch for free. വീണ്ടും സ്വാഗതം സാമൂഹ്യ പാഠത്തിലേക്ക്. ഡോക്ടർ ആസ്മയുടെ ചികിത്സയെക്കുറിച്ച് പറയുമ്പോൾ ഇൻഹേലർ എന്ന് പറയുന്ന ഒരു സംവിധാനം നമുക്കത് മാറ്റി നിർത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ അതിൻ്റെ ഉപയോഗത്തോടൊപ്പം തന്നെ എന്തെങ്കിലും തരത്തിലുള്ള പാർശ്വഫലങ്ങൾ, സൈഡ് എഫക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ? ഇൻഹേലർ മരുന്നുകൾ എങ്ങനെ നമുക്ക് സൂക്ഷിക്കണം, അതേക്കുറിച്ച് നമുക്ക് വിശദീകരിക്കാൻ പോകുന്നു. ഇൻഹേലറുകൾക്ക് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് യാതൊരു ഗുരുതര സൈഡ് എഫക്റ്റുകളോ പാർശ്വഫലങ്ങളോ ഒന്നും തന്നെയില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നില്ല, അത് ജസ്റ്റ് ശ്വാസക്കുഴലിനകത്ത് പോയി ശ്വാസനാളത്തിനകത്ത് പ്രവർത്തിച്ചിട്ട് നീർക്കെട്ട് കുറയ്ക്കുക എന്നുള്ളത് മാത്രം. ടാർഗറ്റഡ് ആക്ഷൻ. അതെ, വരും. അത് ശ്വാസം പുറത്ത് വിടുമ്പോൾ പുറത്ത് പോവുകയാണ് പ്രധാന പാർട്ടിക്കിൾസ് അല്ല. അപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കൃത്യമായിട്ട് ഇൻഹേലർ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ്. അതിനെപ്പറ്റി നമുക്ക് പറയാം. പിന്നെ പാർശ്വഫലത്തേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കലൈസ്ഡ് സൈഡ് എഫക്റ്റുകൾ ചിലത് വരാറുണ്ട്. അതായത് ഇൻഹേലർ കൃത്യമായിട്ട് ഉപയോഗിച്ചതിന് ശേഷം വായ വൃത്തിയായിട്ട് കഴുകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വായിക്ക് അത് പൂപ്പൽ വരാനുള്ള സാധ്യതയുണ്ട്. ചിലർക്ക് വാവട്ടൽ വരാനുള്ള സാധ്യത. അതുകൊണ്ട് നമ്മളെപ്പോഴും പറയാറുള്ള കാര്യം, ഇൻഹേലർ ഉപയോഗിച്ചതിന് ശേഷം വായ ഗാർഗിൾ ചെയ്ത് തുപ്പിക്കളയാന്ന് പറയാറുണ്ട്. നോർമൽ വെള്ളത്തിൽ തന്നെ മതിയാവും. പിന്നെ അത് കറക്റ്റ് കോർഡിനേറ്റ് ചെയ്ത് വേണം ഉപയോഗിക്കാനായിട്ട്. അതായത് ഓരോ ടൈപ്പ് ഇൻഹേലേഴ്സ് ഉണ്ട്. ചിലപ്പോൾ അത് സ്പ്രേ ഇൻഹേലേഴ്സ് ആയിരിക്കാം. ആ സ്പ്രേ ഇൻഹേലേഴ്സ് ഒരിക്കലും ഡയറക്റ്റ് ഉപയോഗിക്കാതെ പലപ്പോഴും അതിനൊരു സ്പേസർ എന്ന് പറഞ്ഞൊരു കുഴൽ പോലത്തെ ഘടകമുണ്ട്. അത് ഘടിപ്പിച്ചതിന് ശേഷം മറ്റേറ്റം വായിൽ വെച്ചിട്ട് വേണം ഒരു തവണ അടിച്ചിട്ട് ദീർഘമായിട്ട് ശ്വാസം എടുക്കുക. ഓരോ ശ്വാസം ഒരു 10 സെക്കൻഡെങ്കിലും പിടിച്ചുള്ളിൽ വെച്ചതിന് ശേഷം വേണം പുറത്തു വിടാനായിട്ട്. അങ്ങനെ ആകുമ്പോൾ കൃത്യമായിട്ട് മരുന്നിനെ മാക്സിമം നമ്മൾ ശ്വാസനാളികൾക്കുള്ളിൽ എത്തിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും തൊണ്ടയ്ക്കുള്ളിലോ അല്ലെങ്കിൽ വശങ്ങളിലോ മാത്രം പറ്റിയിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതയുള്ളത്.
വളരെ അപൂർവം ആൾക്കാരിൽ, എല്ലാവർക്കും അല്ല, വളരെ അപൂർവം ആൾക്കാരിൽ ചിലപ്പോൾ അടുപ്പിച്ച് 2-3 ഡോസ് ഇൻഹേലർ എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു നെഞ്ചിടിപ്പ് പോലെ ഫീൽ ചെയ്യാറുണ്ട്, ചിലപ്പോൾ കൈവകയിൽ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് നമ്മൾ പറയുന്നത്, അങ്ങനെയുള്ള രോഗികളിൽ മാത്രം പറയുന്ന കാര്യം, ഇൻഹേലർ ഒരു പഫ് എടുത്തതിന് ശേഷം ഒരു ഇടവേള എടുക്കുക, 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അടുത്ത പഫ് എടുക്കുക. പക്ഷേ ഇതൊരു ചടങ്ങ് തീർക്കുന്നവർ ഉപയോഗിക്കാതെ എടുക്കുന്നത് കൃത്യമായി ഉള്ളിലോട്ട് എടുത്ത് 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടാറുള്ളത്. പിന്നെ ചില ഇനം ആൾക്കാർ, അത് രോഗിയുടെ പ്രായം അനുസരിച്ച്, അസുഖത്തിന്റെ തീവ്രത അനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ പ്രായോഗിക ശേഷി അനുസരിച്ച്, മനസ്സിലാക്കാനുള്ള ശേഷി അനുസരിച്ചിട്ടൊക്കെയാണ് ഏത് തരത്തിലുള്ള ഇൻഹേലർ വേണം തീരുമാനിക്കുന്നത്. ചിലപ്പോൾ ഗുളിക ഇട്ടിട്ട് പൊട്ടിച്ചിട്ട് അത് ഉള്ളിലോട്ട് വലിക്കുന്ന ടൈപ്പ് ഇൻഹേലർ ഡിവൈസ് ഉണ്ട്. ഉള്ളിലോട്ട് എടുത്ത് ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം വിടുന്ന രീതി. അങ്ങനെയുള്ളപ്പോൾ അത് ചിലർക്ക് അത് ഉപയുക്തമാകും. മറ്റു ചില ആൾക്കാരിൽ സിംഗ്രോബർത്ത് എന്ന് പറയുന്ന ഡിവൈസ് ഉണ്ട്. അതായത് ഷെയ്ക്ക് ചെയ്തിട്ട് സ്പേസറിന്റെ സഹായം ആവശ്യമില്ല, തുറക്കുക, വായിലേക്ക് വെച്ചതിന് ശേഷം ഡയറക്റ്റ് വലിക്കുക. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ കേട്ടോണ്ടെങ്കിൽ പ്രേക്ഷകരിൽ ആരെങ്കിലും അത് ഉപയോഗിക്കുന്നവരുണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റും. അപ്പോൾ അത് ഉള്ളിലോട്ട് എടുക്കുന്ന സമയത്ത് തന്നെ ഒരു ടച്ച് സൗണ്ട് കേൾക്കാൻ മരുന്ന് അകത്തോട്ട് എടുത്തുകയും ചെയ്യും. അപ്പോൾ ഒരു സ്പേസറിന്റെ ആവശ്യമോ ഈ പറഞ്ഞ ഞെക്കുന്നതിന്റെ ആവശ്യമോ വരില്ല. അപ്പോൾ ആ കോർഡിനേഷൻ ഇഷ്യൂസ് വരില്ല. അപ്പോൾ രോഗിയെ കണ്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ ഏജും അദ്ദേഹത്തിന്റെ ഒരു ബുദ്ധിവൈഭവം കണ്ടതിന് ശേഷമാണ് ഏത് തരത്തിലുള്ള ഇൻഹേലർ ഓരോ വ്യക്തിക്കും വേണം എന്നുള്ള ഡോക്ടർ നിശ്ചയിക്കുന്നത്. അതെ ഡോക്ടർ, നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ശരി, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. നമസ്കാരം, പറഞ്ഞോളൂ. സംശയം പിന്നെ കുറെ കാലമായി പിന്നെ ഭയങ്കര കിടപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കിടപ്പ്. എത്ര വയസ്സായി ഇപ്പോ? 53 വയസ്സ്. എത്ര നാളായിട്ടാണ് ഈ കിടപ്പ് എന്ന് പറഞ്ഞാൽ? കുറെ കാലം എന്ന് പറയുമ്പോൾ എത്ര നാളായിട്ടുണ്ടാവും? ഇത് കുറെ കാലമായി. ഞാൻ എന്നിട്ട് മരുന്ന് കുടിച്ച് കുറഞ്ഞു, പിന്നെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഈ സംഖ്യനകത്ത് ഭയങ്കര വേദനയും 1 കിലോ വെയിറ്റ് വരെ എനിക്ക് എടുക്കൊന്നും നടക്കാൻ പറ്റുന്നില്ല. അന്നത്തേനും ഈ സംഖ്യ ഇങ്ങനെ പൊട്ടി പോകാനാണ് തോന്നുന്നത്. ഇതിന് ആരെങ്കിലും ഡോക്ടേഴ്സിനെ കണ്ടിരുന്നോ? ആ, മലയാറ്റീസ് ഡോക്ടറെ കണ്ടു. എന്ത് സ്പെഷ്യാലിറ്റി ഡോക്ടറെ കണ്ടിരുന്നത്? ഡോക്ടറെ കണ്ടിരുന്നു. അദ്ദേഹം എന്ത് മരുന്ന് തന്നിരുന്നു? അദ്ദേഹം ഇൻഹേലർ മരുന്ന് വല്ലതും തന്നിരുന്നു? അതറിയാനാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ഇൻഹേലർ മരുന്ന് വല്ലതും തന്നിരുന്നു? ഗുളിക തന്നിരുന്നു. ഒരു തവണയെ കണ്ടിട്ടുള്ളോ? ഡോക്ടറിനെ ഒരു തവണയെ കണ്ടുള്ളോ? എപ്പോഴെങ്കിലും ഞരമ്പിൽ ഇഞ്ചക്ഷൻ എടുക്കുക, അല്ലെങ്കിൽ ആവി എടുക്കുക, ഇങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഡോക്ടർ പറഞ്ഞിരുന്നോ? ഇല്ല. ഇതിന് ECG വല്ല എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നോ? നെഞ്ചിന്റെ എക്സ്റേ, ECG എന്നുള്ള കുഴപ്പമില്ലാന്ന് പറയും. ഇതിപ്പോ പ്രധാനമായിട്ടും അമ്മയ്ക്ക് ഇത്രയും ബുദ്ധിമുട്ട് പിന്നെ നീണ്ടു നിൽക്കുകയാണ്, കിതപ്പ് വിട്ടുമാകാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം കണ്ടുപിടിക്കണം. പ്രധാനമായിട്ടും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള കാരണങ്ങൾ തന്നെയാണ് കിതപ്പിന്റെ പ്രധാന കാരണം. പക്ഷേ അതോടൊപ്പം തന്നെ മറ്റിതര കാരണങ്ങളുണ്ട്. ഹൃദയ സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിലും വരാം, അല്ലെങ്കിൽ രക്തക്കുറവ് വരുന്ന ആൾക്കാരിൽ വരാം. സ്ത്രീകളിൽ പ്രത്യേകിച്ച് അനീമിയ ലക്ഷണങ്ങളൊക്കെ ഒരുപാട് കൂടുതലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് വരാം. അങ്ങനെ പിന്നെ ഈവൻ ഗ്യാസ്ട്രൈറ്റിസ്, അസിഡിറ്റിയുടെ ഭാഗമായിട്ടും ശ്വാസക്കുഴലിന് ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണങ്ങളും കൂടെ നമ്മൾ ചികിത്സിക്കേണ്ടി വരും. കൃത്യമായിട്ടൊരു പൾമനോളജിസ്റ്റിനെ പോയി കാണുക. എന്നിട്ട് ബേസിക്കായിട്ട് നിങ്ങൾ ഇതുവരെ ചെയ്ത ടെസ്റ്റുകളുടെ എല്ലാ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുമായിട്ട് പോകണം. അപ്പോൾ നേരത്തെ ബുദ്ധിമുട്ടിൻ്റെ ഒരു അവസ്ഥ നമുക്ക് അറിയാൻ പറ്റും. അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ചില പരിശോധനകൾ അദ്ദേഹം ചെയ്തു നോക്കും. എന്നിട്ട് അതിൻ്റെ വിലയിരുത്തലനുസരിച്ചിട്ട് വേണം ഏത് മരുന്ന് വേണമെന്ന് തീരുമാനിക്കാനായിട്ട്. അപ്പോൾ ശ്വാസക്കുഴലിന് നീർക്കെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കൊരു ഇൻഹേലർ മരുന്ന് പോലത്തെ മരുന്നുകളുടെ ആവശ്യം വേണ്ടി വരും. അത് കൃത്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ബുദ്ധിമുട്ട് കുറയ്ക്കാനും പറ്റും. അപ്പോൾ ആദ്യം തന്നെ രോഗനിർണയം നടത്തിയിട്ട് വേണം നമുക്ക് ചികിത്സ ചെയ്യാനായിട്ട്. അപ്പോൾ അത് ആദ്യം ഒന്ന് ഫലപ്രദമായിട്ട് ഡോക്ടറെ കാണുക കേട്ടോ. ശരി, സംശയം അറിയുന്ന വിശ്വസിക്കുന്ന വിളിച്ചതിന് വളരെയധികം നന്ദി. ഡോക്ടർ, ഇനി ഈ നമ്മുടെ രോഗചികിത്സയുടെ കാര്യം പറയുമ്പോൾ തന്നെ പലരുടെയും മനസ്സിലുണ്ടാകുന്നൊരു സംശയം, കാരണം ഈ ആസ്മ ഒരിക്കൽ വന്നാൽ അത് ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുമോ? അതോ നമ്മുടെ ജീവിതകാലം മുഴുവൻ മരുന്നായിട്ടും ഇൻഹേലറായിട്ടും നെബുലൈസേഷനൊക്കെ ആയിട്ട് നമ്മൾ ഒതുങ്ങിക്കൂടേണ്ടി വരും? അങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും. ഡോക്ടർ, എന്താണ് അതിന് മറുപടി പറയാനുള്ളത്? അത് നമുക്ക് അവാസ്തവമായ കാര്യങ്ങളൊന്നും പേഷ്യനോട് പറയേണ്ട കാര്യമില്ല. ആദ്യം അവർക്ക് ഫാക്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ശ്വാസക്കുഴലിൽ നീർക്കെട്ടുണ്ട്, ഇത് കൃത്യമായിട്ട് ഫലപ്രദമായിട്ട് നിയന്ത്രിച്ച് നിർത്താൻ പറ്റും, പൂർണ്ണമായിട്ട് ക്യൂർ ചെയ്യാൻ പറ്റില്ല. അത് ആദ്യം തന്നെ ക്ലിയർ ആയിട്ട് പറയണം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ജനിതപരമായ പ്രത്യേകതകളുണ്ടായിരിക്കും ചിലപ്പോൾ, ഒരു പക്ഷേ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ട്രിഗറിംഗ് ഏജന്റുമായിട്ട് പിന്നെയും കോൺടാക്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ നീർക്കെട്ട് പിന്നെ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പക്ഷേ അതിനെ ഫലപ്രദമായിട്ട് നിയന്ത്രിച്ച് നിർത്താൻ നമുക്ക് പറ്റും. പിന്നെ ആവശ്യമുള്ളപ്പോൾ നമുക്കത് ഉപയോഗിച്ചാലും മതിയാവും മരുന്നുകൾ. ഇതാണ് ഒരു ഘട്ടം. പക്ഷേ ഇതിനകത്ത് ചെറിയൊരു വ്യതിയാനം ഉള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞു അലർജിക് വേരിയന്റ് എന്ന് പറഞ്ഞു. അപ്പം ചില ഇനം ട്രിഗറിംഗ് ഫാക്ടറുകൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ചിലപ്പോൾ അലർജി ടെസ്റ്റുകൾ വേണ്ടി വരും. അതായത് നോർമലി ഉള്ള സാധാരണ മെത്തേഡ് വഴി പറ്റുന്നില്ല. ഏതെങ്കിലും ഫുഡ് അലർജിനാണോ, എന്താണ് അലർജി, ഒരുപാട് കാരണങ്ങളുണ്ടാവും. അപ്പോൾ അത് കണ്ടുപിടിക്കാനാണ് ചിലപ്പോൾ പൊടിച്ചളിൻ്റെ അലർജി ആയിരിക്കാം. തൊലിപ്പുറത്ത് പോർച്ച് നോക്കിയിട്ടുള്ള ചില ഇനം ഫലപ്രദമായിട്ടുള്ള അലർജി ടെസ്റ്റുകൾ നമ്മൾ പ്രധാനമായിട്ടും അത് ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഒരു ഫെലോഷിപ്പും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെപ്പറ്റി നമുക്ക് അധികാരിയോട് പറയാൻ തോന്നും. അപ്പം ആ തൊലിപ്പുറത്ത് കുത്തി നോക്കിയിട്ടുള്ള പരിശോധനയാണ് അലർജി ടെസ്റ്റ് എന്ന് പറയും. അപ്പോൾ അതിൽ ഏതിനാണോ സെൻസിറ്റിവിറ്റി വരുന്നത് സ്വാഭാവികമായിട്ടും അതിന് ആദ്യം ഒഴിവാക്കാൻ നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് കാര്യങ്ങളെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന മരുന്നുണ്ട്.
അതായത് നാക്കിനടിയിൽ തുള്ളിമരുന്നുകളായിട്ടും ചിലപ്പോൾ ഇഞ്ചക്ഷനുകളായിട്ടും ഇവൻ ചില രാജ്യങ്ങളിൽ ഗുളികളായിട്ടും ഇപ്പോൾ അവൈലബിൾ ആണ്. ഇന്ത്യയിൽ ഗുളികളായിട്ട് അവൈലബിൾ ആയിട്ടില്ല. അത് അങ്ങനെ ഇമ്യൂണോതെറാപ്പിയാണ് ഇപ്പോഴത്തെ നൂതന ചികിത്സാ സങ്കേതം എന്ന് പറയുന്നത്. അതൊരു പർട്ടിക്കുലർ വേരിയന്റ് ഓഫ് ടൈപ്പ് എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മളത് വളരെ ചികിത്സിച്ച് വിലയിരുത്തിയതിനു ശേഷം ആവശ്യമുള്ള രോഗികളുടെ സബ്സെറ്റ് ഓഫ് ആൾക്കാരിൽ ഇമ്യൂണോതെറാപ്പി വളരെ വിജയമാണ്. അങ്ങനെയുള്ള ആൾക്കാരിൽ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഏകദേശം ഒരു 4-5 വർഷമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരിൽ ഏകദേശം 3-4 വർഷം വരെയൊക്കെ അതിൻ്റെ എഫക്റ്റ് കിട്ടാൻ ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. ഈവൻ ഇപ്പോൾ പലപ്പോഴും അവർക്ക് മറ്റു മരുന്നുകൾ ഓൾമോസ്റ്റ് ഒരു ക്യൂറേഷൻ പോലെ തന്നെ നമുക്കത് ഫീൽ ചെയ്യാറുണ്ട്. അതായത് പൂർണ്ണമായിട്ട് ആസ്മ അലർജിയെ മാറ്റിയെടുക്കാൻ പലപ്പോഴും പറ്റാറുണ്ട്. അപ്പോൾ നമുക്കത് സിംറ്റംസ് പിന്നെ ലേറ്റർ ഫേസിൽ ചിലപ്പോൾ പിന്നെയും ആ ട്രിഗറിംഗ് ഏജന്റ് ഒരുപക്ഷെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വന്നിരിക്കാം. എന്നാലും വളരെ ചെറിയ മരുന്നുകൾ കൊണ്ട് കൺട്രോൾ ആക്കാൻ പറ്റും. എന്നാലും അവരെ ഉപയോഗിക്കുന്ന റിലീവർ അല്ലെങ്കിൽ കൺട്രോൾ മെഡിസിൻസിന്റെ ഒക്കെ ആവശ്യകത വളരെയധികം കുറച്ച് ഈ തുള്ളിമരുന്നുകൾ കൊണ്ട് നിയന്ത്രിച്ച് നിർത്താൻ പറ്റാറുണ്ട്. അത് ഒരു പർട്ടിക്കുലർ സബ്സെറ്റ് ഓഫ് പേഷ്യൻസിലാണ്. അപ്പോൾ അങ്ങനെയുള്ളവരിൽ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം പറയാം. അല്ലാത്തവരിൽ കൃത്യമായിട്ട് നമ്മൾ മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ പാർശ്വഫലങ്ങളില്ലാത്ത മരുന്നുകൾ ഉപയോഗിച്ചാൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതെ ഡോക്ടർ, അതുമായിട്ട് ചേർത്ത് തന്നെ ചോദിച്ചു, നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ് ഈ നമ്മളെ ഇൻഹേലർ അല്ലെങ്കിൽ ഇൻഹേലർ മരുന്നുകളൊക്കെ സൂക്ഷിക്കുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടോ അത് കൈകാര്യം ചെയ്യുന്ന സമയത്ത്? തീർച്ചയായിട്ടും അതിനകത്ത് ഇപ്പോൾ ഇൻഹേലറുകൾ പല ടൈപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഗുളികയിട്ട് വലിക്കുന്ന ഇൻഹേലറുകൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് നമ്മൾ നനവോടുകൂടി കയ്യിൽ നനവോടുകൂടി ആ ഗുളികൾ തൊടാൻ പാടില്ല. കാര്യം അത് ബ്ലിസ്റ്റർ പാക്കുകൾ വരുന്നതാണ്. അപ്പോൾ ചെറിയ ക്യാപ്സൂളുകളാണ്. അപ്പോൾ അത് ഒട്ടിപ്പിടിക്കുക, അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത് ഇൻഹേലർ ഡിവൈസുകളിൽ നനവുണ്ടാവാൻ പാടില്ല. പ്രധാനമായിട്ട് അതിനകത്ത് നനവ് ഇരിക്കുമ്പോൾ അവിടെ പൂപ്പൽ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മൾ പിന്നെ ഉള്ളിലോട്ട് വലിക്കുമ്പോൾ ശ്വാസകോശത്തിനകത്തോട്ട് അത് പോകാനുള്ള ഒരു ചെറിയ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നനവ് വരാൻ പാടില്ല. പിന്നെ രണ്ടാമത് നെബുലൈസർ മരുന്നുകൾ നമ്മൾ ചിലത് ഉപയോഗിക്കാം. ഞാൻ ഒന്ന് ഇടപെട്ടു, നമുക്ക് അതേക്കുറിച്ച് സംസാരിക്കാം. നമ്മുടെ മറ്റൊരു പ്രേക്ഷകൻ ചേർന്നിട്ടുണ്ട്. നമസ്കാരം, സാമൂഹ്യ പടത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ശരി, ഡോക്ടറിന് സംശയം ചോദിച്ചോളൂ. നമസ്കാരം, ചോദിച്ചോളൂ. സംശയം ചോദിച്ചോളൂ. ഹലോ ഹലോ, നന്നായിട്ട് കേൾക്കുന്നുണ്ട്, സംശയം ചോദിച്ചോളൂ. എനിക്ക് പിന്നെ ആദ്യം പിന്നെ ചേട്ടൻ കയറുമ്പോ കലപ്പായിരുന്നു. ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞ ഏറെ വല്ലാണെന്ന് പറഞ്ഞു. ഏറെ കിട്ടുക അത് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലെ സുമാരൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു പിന്നെ അവിടെ കോട്ടയത്തെ ഭാരത് ഹോസ്പിറ്റലിൽ പിന്നെ ഗുളികയൊന്നും മാറ്റാന്ന് പറഞ്ഞ് ചെയ്തു. ഗുളികയൊന്നും മാറിയ വീണ്ടും ഞാൻ ഗുളികയ്ക്ക് അടിച്ചുണ്ടായി. പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലെ പിന്നെ എടത്തേൽ അംശത്തിന്റെ അവിടെ പിന്നെ ഓപ്പറേഷൻ ചെയ്ത് ട്യൂബ് ഇട്ട് എടുത്തു. പിന്നെ ഒത്തിരി അത് കൊടുക്കേണ്ടായിരുന്നു. ചോദ്യം ചോദിച്ചോളൂ, എനിക്ക് ക്ലിയർ ആകുന്നില്ല കേട്ടോ. അച്ഛൻ എന്തായിരുന്നു സംശയം? എന്തായിരുന്നു? അപ്പം ഇതുപോലെ ശ്വാസം മുട്ടലായ പിന്നെ കളപ്പായിരുന്നു കയറുമ്പോ ആവി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ അയാൾ പറഞ്ഞ് പിന്നെ ലങ്സിനകത്ത് എയർ വെള്ളം വേണമെന്നാ പറഞ്ഞത്. എയർ വേണം. എന്തിന്റെ ഓപ്പറേഷൻ ആയിരുന്നു ചെയ്തത്? ലങ്സിന് പിന്നെ ലങ്സിന്റെ ഇതെടുക്കാൻ വേണ്ടിയായിരുന്നു ട്യൂബ് ഇട്ട് എയർ കളയാനായിരുന്നു. അതെ, ട്യൂബ് ഇട്ട് എയർ കളയാനായിരുന്നു. എയർ കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പോ ഇനിയും വരാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറയും. പിന്നെ ബ്രോങ്കോസ്കോപ്പിക്കും ചെയ്തു. ബ്രോങ്കോസ്കോപ്പിക്ക് ചെയ്തായിരുന്നു അവിടെ തന്നെ. ഡോക്ടറും വേണുഗോപാൽ ഡോക്ടർ രണ്ടുപേരായിരുന്നു കോട്ടയം. അത് കഴിഞ്ഞാൽ ഇപ്പോഴും പിന്നെ ശ്വാസം മുട്ടൽ പോലുണ്ട്. പിന്നെ ഇൻഹേലർ വലിക്കുന്നുണ്ട്. പിന്നെ അന്ന് ഡോക്ടർ പറഞ്ഞ് പിന്നെ സോബ്രിൻ പ്ലസ് എന്ന് പറഞ്ഞ് സോബ്രിൻ പ്ലസ് എന്നുള്ള ഇൻഹേലർ വലിക്കുന്നത്. അന്ന് അത് ഉപയോഗിക്കാനാണ് ഡോക്ടർ പറഞ്ഞത്. ശരി, അച്ഛൻ ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോ 67 വയസ്സായി. പുക വലിക്കുമായിരുന്നു നേരത്തെ? നേരത്തെ പുക 9 വർഷമായി. ഇതിപ്പോ ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്, അതായത് ട്യൂബ് ഇട്ട ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായിട്ടുണ്ടാവും? അതെ, 2023 അതിന് മുന്നേ ശ്വാസം മുട്ടൽ ഉണ്ടായിരുന്ന ആളായിരുന്നോ? അതിന് ശ്വാസം മുട്ടലായിട്ടില്ല, എനിക്ക് കുഴപ്പം ഒന്നുമില്ലായിരുന്നു. ഇഷ്ടംപോലെ പണിയൊക്കെ കഴിഞ്ഞാണ്. കയറ്റം കയറുമ്പോൾ തണുപ്പ് പോലെ കാണുമായിരുന്നു. അതെ അതെ. ഈ അടുത്ത സമയത്തെങ്ങാണ് നെഞ്ചിന്റെ എക്സ്റേ എടുത്തിരുന്നോ? ഈയിടെ വരെ പിന്നെ ECG ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ഒരു കുഴപ്പമില്ല. പിന്നെ എനിക്ക് അതിന്റെ ആ കിറ്റ് പോലെ ഇടയ്ക്ക് ഇയ്യളം ഉണ്ടായിരുന്നു. ഞാൻ ചുമ്മാ കാലൊക്കെ നടന്നു പോകുന്ന താഴെ പോയി. ശരി ശരി. അപ്പൊ ആയിരത്തിലെ ഡോക്ടർ പറഞ്ഞു കിറ്റിന്റെ ആയിരിക്കും.
അതായത് ഗുളികയായിരിക്കും, ഇപ്പോഴും ഗുളികയായിരിക്കുമല്ല. ശരി. അപ്പോൾ അച്ഛാ, ഇതിനകത്ത് പ്രസക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അച്ഛനൊന്ന് വന്നിരുന്നത് ഈ പറഞ്ഞ രീതിയിൽ തന്നെ ശ്വാസകോശത്തിനകത്ത് ചെറിയ ഹോള് വീഴുകയും അതിനെ തുടർന്നിട്ട് അത് വായു പുറത്തേക്ക് ലീക്ക് ചെയ്യുകയും ചെയ്യുക. അതാണ് ട്യൂബിട്ട് എടുത്ത് കളഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ന്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞ് നമ്മൾ മെഡിക്കൽ സയൻസിൽ പറയുന്ന ഒരു കണ്ടീഷനാണത്. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാരിൽ സ്വാഭാവികമായിട്ടും നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന കാര്യം, ഒരു CT സ്കാൻ ചെയ്ത് നോക്കും, നെഞ്ചിൻ്റെ എന്താണ് ബുദ്ധിമുട്ട്, സിസ്റ്റുകൾ വല്ലതും ഉണ്ടായിരുന്നോ, അത് റപ്ചർ ആയതാണോ, പൊട്ടിയതാണോ, അതിൽ വേറെ വായു കുമിളുകൾ വല്ലതും ഉണ്ടായിരുന്നോ, അതിൻ്റെ റപ്ചർ ആണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അത് എന്ത് കാരണം കൊണ്ട് രൂപപ്പെട്ടെന്നുള്ള മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ചികിത്സ ചിലപ്പോൾ നമുക്ക് വേണ്ടി വരും. അതിന് പ്രധാനമായിട്ടും ആദ്യം ചെയ്യുന്ന കാര്യം അച്ഛൻ ഈ പറഞ്ഞ് ചെയ്തത് തന്നെയാണ്. അതായത് ട്യൂബ് ഇട്ടിട്ട് അതിന് നീക്കം ചെയ്യുക. രണ്ടാമത് വരാൻ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് തൊറക്കോസ്കോപ്പി എന്ന് പറയുന്ന സങ്കേതങ്ങളൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ അതിനെ സീൽ ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഘട്ടം അങ്ങനെയാണ് വരിക. എന്നിട്ട് ഇപ്പോൾ അതിനെ തുടർന്നുള്ള കോംപ്ലിക്കേഷൻസോ മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോഴത്തെ എക്സ്റേയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ശ്വാസമുട്ടലിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് നോക്കണം. അതായത് ഇപ്പോൾ നെഞ്ചിനകത്ത് മറ്റു കാര്യങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇൻഹേലറിൻ്റെ ഉപയോഗം തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക. അതോടൊപ്പം തന്നെ ഒരു കാർഡിയാക് ഇവാലുവേഷൻ ചിലപ്പോൾ ചെയ്യേണ്ടി വന്നേക്കാം. അത് കിതപ്പിന് എപ്പോഴും ശ്വാസകോശത്തിൻ്റെ കാരണം കൊണ്ട് മാത്രമാവില്ല, മറ്റിതര കാരണങ്ങൾ കൊണ്ടൊന്നും കൂടെ നോക്കേണ്ടി വരും. അപ്പോൾ കൃത്യമായിട്ട് അച്ഛൻ ചെയ്യേണ്ട കാര്യം എവിടെയാണ് എന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. എന്തായാലും മെഡിക്കൽ കോളേജിലാണെങ്കിൽ, കോട്ടയം മെഡിക്കൽ കോളേജ് ആക്സസബിൾ ആണെങ്കിൽ അവിടുത്തെ പൾമനോളജി അതായത് കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ഒന്ന് പോയി ഒന്ന് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാവുന്നതാണ്. സംശയം അറിയുമെന്ന് വിശ്വസിക്കുന്നു. വിളിച്ചതിന് വളരെയധികം നന്ദി. ഡോക്ടർ, നമ്മൾ കോളിലേക്ക് പോകുന്നതിന് മുമ്പ് സംസാരിച്ചു കൊണ്ടിരുന്നത് നമ്മുടെ ഇൻഹീലറിന്റെ മരുന്നുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി അതുമായിട്ട് ചേർത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? അതെ തോന്നുന്നു. നമ്മൾ ആ നെബുലൈസേഷൻ്റെ കാര്യം പലപ്പോഴും പറയാറുണ്ട്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ആൾക്കാർ കൂടുതലും പ്രത്യേകിച്ച് പ്രായമായവരും കുട്ടികളും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഹോം നെബുലൈസർ. ഇപ്പോൾ വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആയതുകൊണ്ട് ആൾക്കാർ അത് വളരെ ഈസിലി സലൈൻ വെച്ച് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റു മരുന്നുകൾ അതിനകത്ത് യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ഒരിക്കലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡോക്ടറിന് നിർദ്ദേശപ്രകാരമില്ലാതെ നെബുലൈസറുകൾ കണ്ടിന്യൂസ് ഉപയോഗിക്കരുത്. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അതിനകത്ത് പലയിനം മരുന്നുകൾ, പസ്താലിൻ പോലെയോ ലിവോളിൻ പോലെയോ ഒക്കെ ഉള്ള മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും. ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇലക്ട്രോലൈറ്റ്സിൻ്റെ, അതായത് സോഡിയം പൊട്ടാസ്യത്തിൻ്റെ അളവുകളൊക്കെ ചെറുതായിട്ട് കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ അതിൻ്റെ ഡോസ് വളരെ കൂടുതലായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാൻഡിയൽ പാച്ചുകളൊക്കെ വരാൻ, അത് സ്റ്റിറോയിഡ് ചേർന്നിട്ടുള്ള മരുന്നുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രം വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഉള്ളൊരു പ്രസക്തമായ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ നെബുലൈസേഷൻ്റെ ആ ഒരു സെറ്റ് പലപ്പോഴും ഒരു തവണ ഉപയോഗിക്കും, പിന്നെ അതിങ്ങനെ തുറന്നു വെച്ചിരിക്കും പലപ്പോഴും. അതായത് ഒരു വീക്കിലി പോലും ക്ലീൻ ചെയ്യാത്ത അവസ്ഥ വരാറുണ്ട്. ഐഡിയലി ചെയ്യേണ്ട കാര്യം, ഓരോ ഉപയോഗശേഷവും നെബുലൈസർ സെറ്റുകൾ ഡിസ്മാൻഡിൽ ചെയ്തിട്ട്, അത് ഞാൻ കൊണ്ടുവന്നിട്ടില്ല കാണിക്കാനായിട്ട്, അതിൻ്റെ മാസ്കും അതിൻ്റെ ഒരു സെറ്റും ഉണ്ട്, അത് ഡിസ്മാൻഡിൽ ചെയ്തതിന് ശേഷം നന്നായിട്ട് വൃത്തിയുള്ള വെള്ളത്തിൽ കഴുകി അത് ഉലച്ച് കഴുകിയതിനു ശേഷം ഒരു വെള്ള ടവലിന്റെ പുറത്ത് ഉണക്കാൻ വെക്കുക. അതിനുശേഷം വേണം, അത് വെയിലത്ത് ഉണക്കുകയല്ല പറഞ്ഞത്, ഫാൻ്റെ കീഴിൽ വെച്ചിട്ടോ അങ്ങനെ ഉണക്കിയതിന് ശേഷം വേണം രണ്ടാമത് ഉപയോഗിക്കാൻ. ഇല്ലെങ്കിൽ ഈ ഒരു ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ തന്നെ നമ്മൾ ഉള്ളിലേക്ക് പോവുകയും പിന്നെ നമുക്ക് കോംപ്ലിക്കേഷൻ വരാനുള്ള സാധ്യത വളരെ റെയർ ആയിട്ടുണ്ട്. ആ ഹോം നെബുലൈസർ വഴി ന്യൂമോണിയ ഉണ്ടാകുന്ന കണ്ടീഷൻസും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ സുരക്ഷിതമായിട്ട്, പ്രത്യേകിച്ച് നമ്മൾ എക്സ്ട്രീംസ് ഓഫ് ഏജിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് പ്രായമായ ആൾക്കാർ, അവർക്ക് മറ്റ് കോമോഡിറ്റീസ് ഉണ്ടാവും, അതായത് പ്രമേഹമോ അല്ലെങ്കിൽ മറ്റിതര അസുഖങ്ങളോ ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ളവരിൽ ഇങ്ങനത്തെ ഒരു റിസ്ക് പോലും നമ്മൾ വരുത്താൻ പാടില്ല. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ ഒരുപാട് ഹൈ ടെമ്പറേച്ചറിൽ, ഒരുപാട് ലോ ടെമ്പറേച്ചറിൽ ഇൻഹേലറുകൾ സൂക്ഷിക്കുന്നത് നല്ലതല്ല. അതൊക്കെയാണ് പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ ഡോക്ടർ, നമുക്ക് ഇടവേളയ്ക്കുള്ള സമയമാണ്. സാമൂഹ്യ പഠനത്തിന് ഇനി ഒരു ചെറിയ ഇടവേള. वो सिर्फ एक किसान थी, मिट्टी से जुड़ी, सपनों से बंधी, जहां दुनिया को दिखता था घास, कचरा, खरपतवार, उसने वहीं देखा एक सपना और रच दिया बेमिसाल नवाचार। उसकी सोच ने दी एक नई क्रांति, हाथों को मिला हुनर और जिंदगी को मिली नई दिशा। आज उसकी कहानी सुनता है सारा विश्व, गांव की गलियों से लेकर वैश्विक मंच तक। भारत की फार्म लेडी, जिसने बदल दी कचरे की परिभाषा। मिलिए भारत की फार्म लेडी अमरावती से। देखिए भारत की फार्म लेडी रविवार 11 मई रात 8 बजे डीडी किसान पर। വീണ്ടും സ്വാഗതം സാമൂഹ്യ പാഠത്തിലേക്ക്. ഡോക്ടർ, നമ്മളിനി ആസ്മയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും തന്നെ ഈ ചികിത്സ പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണല്ലോ പ്രിവെൻഷനും. അപ്പം ആസ്മയുടെ കാര്യത്തിൽ ഈ ഒരു പ്രിവെൻഷൻ്റെ സാധ്യത എത്രത്തോളമാണ്? പ്രധാനമായിട്ടും നമുക്ക് മറ്റ് ശ്വാസകോശ രോഗങ്ങളുടെ കാര്യത്തിൽ എന്നപോലെ ആസ്മയുടെ പ്രതിരോധത്തിനും പ്രധാനമായിട്ടും ശ്വാസകോശത്തിന്റെ ശത്രുവായിട്ടുള്ള പുകവലി, ആ ഒരു ട്രിഗേഴ്സിനെ മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് പുകവലി പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അത് കാര്യം പലപ്പോഴും അത് ഇറിറ്റൻ്റ് ആയിട്ട് വർത്തിക്കുകയും പാസീവ് സ്മോക്കിങ്ങിൻ്റെ കാരണങ്ങൾ പോലെ തന്നെ അത് ശ്വാസകോശത്തിനകത്ത് നീർക്കെട്ടുണ്ടാക്കി
അതിനെ തുടർന്ന് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ഒഴിവാക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു അലർജി ട്രിഗേഴ്സിനെ ഒഴിവാക്കുക. അപ്പോൾ അലർജിക് വേരിയൻ്റ് ഓഫ് ആസ്മയിൽ പലപ്പോഴും നമുക്ക് കാണുന്ന കാര്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രേരക ഘടകങ്ങൾ ആ വ്യക്തിക്ക് പറ്റാതെ വരുന്ന സാഹചര്യങ്ങളുള്ള എക്സ്പോഷർ പിന്നെയും വരുമ്പോൾ ആ നീർക്കെട്ട് പിന്നെയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ മരുന്നുകൾ കൃത്യമായിട്ട് എടുക്കുന്ന ഒരാളാണെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും ആ ഒരു പ്രേരക ഘടകങ്ങളുടെ ഉള്ള എക്സ്പോഷർ വന്നതിന് ശേഷം ആ നീർക്കെട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അലർജിക്ക് ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ട് ചിലപ്പോൾ പൂമ്പൊടിയാകാം, അല്ലെങ്കിൽ മോൾഡ്സ് അല്ലെങ്കിൽ ഫംഗൽ സ്പോറുകളാകാം, അല്ലെങ്കിൽ പൊടിച്ചുള്ളികളോ പൊടിയോ ആകാം, അല്ലെങ്കിൽ ഈ പെറ്റ്സിൻ്റെ രോമങ്ങളാകാം, അപ്പോൾ അല്ലെങ്കിൽ ഫ്യൂംസ് ആകാം, കൊതുകുതിരിയാകാം, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഏതാണോ ആ വ്യക്തിക്ക് പറ്റാതെ വരുന്ന സാഹചര്യം നമുക്കത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് മാറി നിൽക്കുക. ആ ഒരു സാഹചര്യങ്ങൾ അലർജി ട്രിഗേഴ്സിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. സമീകൃത ആഹാരം നമ്മൾ ശീലമാക്കുക, പിന്നെ ഇൻഹേലർ കൃത്യമായിട്ട് ഉപയോഗിക്കുക, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചുമ നീണ്ടു നിൽക്കുന്ന സാഹചര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഈ കഫ് സിറപ്പുകൾ എടുത്തോ അല്ലെങ്കിൽ ആന്റിബയോട്ടിക് എടുത്തോ അതിനെ ഒതുക്കാൻ നോക്കാതെ കൃത്യമായിട്ട് അതിന് ട്രീറ്റ്മെന്റ് എടുക്കുക. അതായത് ലക്ഷണങ്ങളെ അവഗണിക്കാതിരിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമുക്ക് അസുഖത്തെ പറ്റി എത്രയും ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ പ്രതിരോധം. അവിടെ വെച്ച് ട്രീറ്റ്മെന്റ് എടുത്തതിനെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതൊരു കാര്യം. പിന്നെ പ്രസക്തമായിട്ടുള്ള കാര്യം ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് അണുബാധ പ്രിവെന്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് പ്രധാനമായിട്ടും നമുക്ക് ഒന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ മാസ്കുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക. പിന്നെ വൈറൽ പനി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഫലപ്രദമായിട്ട് ഇപ്പോൾ വാക്സിനുകൾ അവൈലബിൾ ആണ്. പ്രധാനമായിട്ടും അതിൻ്റെ റിസ്ക് ഫാക്ടർ ഗ്രൂപ്പുകൾ നമുക്ക് തന്നെ അറിയാം. ഇപ്പോൾ 5 വയസ്സ് താഴെയുള്ളവരും 60 വയസ്സിന് മുകളിലോട്ടുള്ളവരും ഒക്കെ റിസ്ക് ഫാക്ടർ ഗ്രൂപ്പ് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ പ്രത്യേകിച്ച് ഈ ആസ്മ രോഗം കൂടെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് വാക്സിനേഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് തന്നെ കേട്ടിട്ടുണ്ടാവും ഫ്ലൂ ഷോട്ട് വാക്സിൻസ്. അപ്പം നമ്മൾ പല ആൾക്കാരും പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ജോലിക്കൊക്കെ ആയിട്ട് ആവശ്യത്തിനൊക്കെ വരുമ്പോൾ അവർ ഈ വാക്സിൻസ് ഒക്കെ മാൻഡേറ്ററി ആയിട്ട് പറയാറുണ്ട് വിദേശ രാജ്യങ്ങളിൽ. ഈവൻ ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ 5 വയസ്സിൽ താഴെയുള്ളവർക്ക് മാൻഡേറ്ററി ആയിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഫ്ലൂ ഷോട്ട് വാക്സിൻസ് H1N1 എന്ന് പറഞ്ഞിട്ടുള്ള വാക്സിൻസ് ഉണ്ട്, ന്യൂമോണിയയ്ക്ക് എതിരായിട്ടുള്ള വാക്സിൻ ഉണ്ട്. അത് വർഷാവർഷം എടുക്കേണ്ടത് വിന്റർ സീസൺ തൊട്ട് മുമ്പായിട്ടാണ് അത് സാറിന് എടുക്കാറുള്ളത്. അതൊരു വാക്സിനാണ്. രണ്ടാമത് മറ്റൊരു ന്യൂമോണിയ പ്രതിരോധ വാക്സിനാണ് ന്യൂമോക്കോക്കൽ ന്യൂമോണിയയ്ക്ക് എതിരായിട്ടുള്ള വാക്സിൻ. അതും ആദ്യത്തെ ഒരു ഡോസ് എടുത്തതിന് ശേഷം പിന്നെ ഒരു ബൂസ്റ്റർ എടുക്കുക, അതിനുശേഷം 5 വർഷം കൂടുമ്പോൾ എടുക്കേണ്ട വാക്സിൻസ് ഒക്കെയാണ്. ഇതെല്ലാ ഹോസ്പിറ്റലുകളിലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും ഒരു പരിധിവരെയൊക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറെ കണ്ടതിന് ശേഷം കൃത്യമായിട്ട് നമ്മൾ ആ കാറ്റഗറി ആണെന്നെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ എടുക്കുന്നതാണ് ഏറ്റവും അഭികാമ്യമായ കാര്യം. പിന്നെ കൃത്യമായിട്ട് നമ്മൾ അധികം പൊടിയടിക്കാത്ത സാഹചര്യങ്ങൾ ഒഴിവാക്കുക, കൃത്യമായിട്ട് വായുസഞ്ചാരം ഉറപ്പാക്കുക. പിന്നെ അതുപോലെ തന്നെ മറ്റ് ഇതര പ്രതിരോധ സംവിധാനങ്ങൾ, ശ്വാസകോശ വ്യായാമങ്ങളൊക്കെ കൃത്യമായിട്ട് ശീലമാക്കുക. അതെ ഡോക്ടർ, മാസ്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒന്ന് ചോദിക്കണം തോന്നി. കാരണം അതായത് ഇപ്പോൾ പറയുന്നത് പോലെ മാസ്കിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ ഈ കോവിഡ് സമയത്ത് കൃത്യമായിട്ടും തിരിച്ചറിഞ്ഞതാണ്. മാസ്കുകൾ തന്നെ നമുക്ക് ഈ പല വിലയിൽ, പല ക്വാളിറ്റിയിൽ, പല ഉപയോഗത്തിനായിട്ട് നമുക്ക് നിലവിൽ അവൈലബിൾ ആണ്. പക്ഷേ പലപ്പോഴും മാസ്കിൻ്റെ ഉപയോഗത്തിൻ്റെ കാര്യം പറയുമ്പോൾ പലരും ഒരിക്കൽ ഉപയോഗിച്ച മാസ്ക് കഴുകി ഉപയോഗിക്കുന്ന ശീലമുണ്ട്. അത് മാസ്കിൻ്റെ ഉപയോഗത്തിൻ്റെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ? നമുക്ക് എപ്പോഴും ഈ പറഞ്ഞ വിലയുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും അഭികാമ്യമായിട്ടുള്ള രീതി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നമുക്ക് കോമൺ യൂസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു 3 ലെയർ സർജിക്കൽ മാസ്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. അതൊരിക്കലും കഴുകി ഉപയോഗിക്കരുത്. അത് കഴിയുന്നത് ഡിസ്പോസിബിൾ സിംഗിൾ യൂസ് ആക്കാൻ മാക്സിമം ശ്രമിക്കുക. ഒരുപാട് കണ്ടാമിനേറ്റ് ആയിട്ടില്ലെങ്കിൽ തവണ ഒരു തവണയും കൂടെ ഉപയോഗിക്കുക. എങ്കിൽ പോലും കഴിയുന്നതും പറ്റുമെങ്കിൽ സാമ്പത്തികം അനുവദിക്കുമെങ്കിൽ അത് അതേ രീതിയിൽ തന്നെ ഒരു തവണ ഡിസ്പോസ് ചെയ്ത് അത് അടച്ചുറപ്പുള്ള കണ്ടെയ്നറിൽ നിക്ഷേപിക്കുക. അത് അങ്ങനെ തന്നെ ഡിസ്പോസ് ചെയ്യുകയും ചെയ്യുക. ഒരിക്കലും അത് വലിച്ചെറിയത് അലക്ഷ്യമായിട്ട്. അതൊരു പോസിബിലിറ്റി. രണ്ടാമത് ചില ആൾക്കാരിൽ ഒന്ന് സംതിങ് ഇസ് ബെറ്റർ ദാൻ നത്തിങ് എന്നുള്ള രീതി പറയുന്ന പോലെ ഒരിക്കലും ഈ തുണി മാസ്ക് എങ്കിൽ തുണി മാസ്ക് അത് കഴുകി ഉപയോഗിക്കാം. പക്ഷേ അതിൻ്റെ ഇഴയെടുപ്പത്തിൻ്റെ പ്രശ്നം കാരണം പലപ്പോഴും നമുക്ക് ഉദ്ദേശിച്ചൊരു പർപ്പസ് മീറ്റ് ചെയ്യില്ല. എന്നാലും ഒരു ലാർജർ വേയിൽ ഒരു ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ അകത്തോട്ട് വരാതിരിക്കാൻ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള മാസ്കുകൾ വേണമെങ്കിൽ കഴുകി ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഹൈ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആൾക്കാർ, പ്രത്യേകിച്ച് ഇപ്പോൾ റീനൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ അവയവമാറ്റം കഴിഞ്ഞ ആൾക്കാരൊക്കെ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക N95 മാസ്ക് തന്നെ അവർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. N95 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഉയർന്ന ലെവലിൽ പ്രൊട്ടക്ഷൻ. ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകരൊക്കെ തീർച്ചയായിട്ടും ഹോസ്പിറ്റലൊക്കെ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിപ്പയുടെ വാർത്ത കണ്ടിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിരിക്കുന്ന മാസ്കുകൾ N95 മാസ്കുകളാണ്. അതിൻ്റെയൊക്കെ ഉപയോഗമാണ് മെഡിക്കൽ ഗ്രേഡിൽ വരിക. N99 എന്ന് പറയുന്ന ഫാക്ടറി ഔട്ട്ലെറ്റുകളിലൊക്കെ വലിയ ഹൈ റിസ്ക് ഫാക്ടറികളിലൊക്കെ ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ. അത് നമുക്ക് ഉപയോഗത്തിൻ്റെ ആവശ്യം വരാറില്ല. ഇതാണ് മാസ്കിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. അതെ, ഭക്ഷണ കാര്യത്തിൻ്റെ കാര്യത്തിൽ ഡോക്ടർ അതുകൊണ്ട് നമുക്കൊന്ന് ചുരുക്കി പറയാം. ഭക്ഷണ കാര്യത്തിൽ നമ്മളെപ്പോഴും ഏതൊരു അസുഖത്തിനും നമ്മൾ ഇപ്പോൾ ഡയറ്റ്, ഇമ്മ്യൂണൈസേഷൻ, എക്സസൈസ് എന്നുള്ള രീതിയാണ് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ മെഷർ എന്ന് പറയുന്നത്. അതിൽ ആസ്മയുടെ കാര്യത്തിൽ അത് വിഭിന്നമല്ല. അതിനകത്ത് ഒരു കാര്യം എടുത്തു പറയേണ്ട സംഗതി സമീകൃത ആഹാരം അഥവാ ബാലൻസ്ഡ് ഡയറ്റ് നമ്മുടെ ആഹാരത്തിൻ്റെ ഭാഗമാക്കുകയും വേണം. അതോടൊപ്പം തന്നെ നമുക്ക് ട്രിഗറിങ് ഏജന്റിനെ ഒഴിവാക്കാൻ വേണം. അതാണ് ആസ്മയുടെ കാര്യം. ഇപ്പോൾ ചില ആഹാരം ചിലർക്ക് പറ്റില്ല. ഇപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു കൊഞ്ച് കലർന്ന ആഹാരം നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഒരു കൊഞ്ച് ചമ്മന്തി കഴിച്ചാൽ പോലും പ്രശ്നം വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അയാൾക്ക് അത് ഒഴിവാക്കി വയ്ക്കുക. ചിലപ്പോൾ ഗോതമ്പ് കഴിക്കുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ട് വരുന്ന ആൾക്കാരുണ്ട്. ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരിക്കലും ശ്വാസം മുട്ടലിലോട്ട് പോകണമെന്നില്ല. പലപ്പോഴും തൊലിയിൽ ചൊറിച്ചിലായിട്ട് വരാം, ചില ആൾക്കാരിൽ തുമ്മലായിട്ട് വരാം, പല രീതിയിൽ. ചിലപ്പോൾ അതിൻ്റെ ഗന്ധം അറിയുമ്പോൾ പോലും പ്രശ്നം വരുന്ന ആൾക്കാർ പലരും ഉണ്ട്. അപ്പോൾ ആൾക്ക് പ്രശ്നം വരുന്ന എന്താണോ ട്രിഗറിങ് ആയിട്ടുള്ളത്, ചിലപ്പോൾ തണുത്ത ആഹാരമായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാം.
പിന്നെ സ്വയമേവ നമുക്ക് ആഹാര സാധനം ചിലപ്പോൾ 1 or 2 ആയിരിക്കില്ല. ഈ ഫുഡ് അലർജി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു ടീഡിയസ് പ്രോസസ്സാണ്. അപ്പോൾ അതിനകത്ത് മൾട്ടിപ്പിൾ അലർജൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഞാൻ ഈ പറഞ്ഞ പോലെ അലർജി ടെസ്റ്റ് ചെയ്ത് നോക്കണം. അല്ലാതെ അതിന് രക്തപരിശോധനയോടെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് ഒരു സ്കാമാണ്. പലപ്പോഴും രക്തപരിശോധനയോടെ അലർജി നിർണ്ണയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അതിന് തൊലിപ്പുറത്ത് പ്രിക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് ചെയ്തതിന് ശേഷം അതിനകത്ത് ഏതാണോ നമുക്ക് പോസിറ്റീവായിട്ട് വരുന്നത് അതിന് നമുക്ക് ഫർദറായിട്ടുള്ള ചികിത്സ അവോയ്ഡൻസ് ഒഴിവാക്കുന്ന വഴിയോ അല്ലെങ്കിൽ ഇമ്മ്യൂണോതെറാപ്പി വഴിയോ ചെയ്യാൻ പറ്റും. അടുത്ത സ്റ്റെപ്പാണ്. അതെ ഡോക്ടർ, അപ്പോൾ നമ്മുടെ സാമൂഹ്യ പഠനത്തിന് ഇന്ന് അനുവദിച്ചിരിക്കുന്ന സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നതിലും ഓരോ ചോദ്യങ്ങൾക്ക് വളരെ വിശദമായി തന്നെ മറുപടി നൽകിയതിലും ഒക്കെ വളരെയധികം നന്ദി. താങ്ക് യു. ഇന്നത്തെ സാമൂഹ്യ പാഠം ഇവിടെ പൂർണ്ണമാവുന്നു. മറ്റൊരു അധ്യായത്തിൽ മറ്റൊരു അതിഥിയും മറ്റൊരു വിഷയമായിട്ട് കണ്ടുമുട്ടാം. അതുവരെയ്ക്കും നന്ദി. നമസ്കാരം.